Hello, my dear students. Today's class we discuss about psychoanalysis and major theories. First of all, we have to know about psychoanalysis. What do you mean by psychoanalysis? Psychoanalysis is a psychological field and therapeutic technique that treats mental disorders by analyzing the conscious and unconscious mind of a person. So, it is a psychological field and it is as well as a therapeutic technique that treats mental disorders of the person by analyzing their conscious and subconscious mind. And this field was founded by the prominent Austrian neurologist Sigmund Freud. So, first of all, we have to learn about Sigmund Freud. Here in this chapter, we have to discuss about major theories and theoretical practices of Sigmund Freud. Then we have to discuss about Jacques Lacan. And now we have then we have to discuss about their contribution, Lacan and Freud's contribution. So they are the major psychoanalysts in this field. First of all, we have to discuss about Sigmund Freud. Sigmund Freud, he was an Austrian neurologist, pioneered in psychoanalysis, revolutionizing our understanding of human mind and behavior. അന്നേരം 1856-ലാണ് അദ്ദേഹം ഈ സൈക്കോ അനാലിസിസ് കൊണ്ടുവരുന്നത്. ഓസ്ട്രിയയിലെ വിയന്നയിലുള്ള ഒരു സയന്റിസ്റ്റാണ് സിഗ്മണ്ട് ഫ്രോയിഡ്. അദ്ദേഹം ഒരു സൈക്കോ അനലിസ്റ്റ് ന്യൂറോളജിസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ഹ്യൂമൻ മൈൻഡിനെ കുറിച്ചും ബിഹേവിയറിനെ കുറിച്ചും വളരെയധികം ഗ്രാഹ്യമായി പഠനം നടത്തിയിട്ടുള്ള വ്യക്തിയാണ് സിഗ്മണ്ട് ഫ്രോയിഡ്. Now we have to discuss about his key concept. Freud's theories including id, ego and superego, as well as repression and Oedipus complex, became the foundational in psychology and shedding light on unconscious mind and human consciousness. അദ്ദേഹം കൂടുതലും അദ്ദേഹത്തിന്റെ തിയറീസിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് മനസ്സിന്റെ മൂന്ന് തലങ്ങളെ പറ്റിയിട്ടാണ്. ഇഡ്, ഈഗോ, സൂപ്പർ ഈഗോ. മനസ്സിലുള്ള മൂന്ന് തരം ഇമോഷൻസുകളാണ്. ഓക്കെ, അതുപോലെ തന്നെ റിപ്രഷൻ എന്ന് പറയുന്ന ആ ഒരു ഇമോഷനെ പറ്റിയും ഇഡിപ്പസ് കോംപ്ലക്സിനെ പറ്റിയും ഒക്കെ തന്നെ സൈക്കോളജിയിൽ ഗ്രാഹ്യമായ പഠനം അദ്ദേഹം നടത്തിയിട്ടുള്ളു, ഒരു ഇൻഡെപ്ത് സ്റ്റഡി നടത്തിയിട്ടുണ്ട്. അന്നേരം ഈഡ്, ഈഗോ, സൂപ്പർ ഈഗോ, റിപ്രഷൻ, ഇഡിപ്പസ് കോംപ്ലക്സ് ഇതെല്ലാം തന്നെ ഹ്യൂമൻ മൈൻഡും ഹ്യൂമൻ കോൺഷ്യസ്നെസ്സും അൺകോൺഷ്യസുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഈ കാര്യങ്ങളെല്ലാം കൊണ്ടുവന്നത് സിഗ്മണ്ട് ഫ്രോയിഡ് ആണ്. ഇനി ഇദ്ദേഹത്തിന്റെ ഈ ഒരു സൈക്കോ അനാലിറ്റിക്കൽ പ്രൊസീജിയർ ഈ ഒരു മേഖലയിൽ എന്ത് ഇമ്പാക്റ്റ് ആണ് കൊണ്ടുവന്നതെന്ന് നോക്കാം. ഫ്രോയിഡ്സ് എംഫസിസ് ഓൺ അൺകോൺഷ്യസ്, ഡ്രീം ഇന്റർപ്രിട്ടേഷൻ ആൻഡ് സെക്ഷുവാലിറ്റി shaped subsequent development in psychology and psychiatry, sparking both fascination and controversy. അദ്ദേഹം മൈൻഡിനെ മൂന്നായിട്ട് ഡിവൈഡ് ചെയ്തു. ഇഡ്, ഈഗോ, സൂപ്പർ ഈഗോ. അതുപോലെ തന്നെ കോൺഷ്യസ്, അൺകോൺഷ്യസ്, സബ് കോൺഷ്യസ് മൈൻഡ്, ഇങ്ങനെയൊക്കെയുള്ള ഡിവിഷൻ കൊണ്ടുവന്നു. അതുപോലെ തന്നെ അൺകോൺഷ്യസ് മൈൻഡിനെ പ്രതിനിധീകരിച്ചും നമ്മുടെ ഡ്രീംസിനെ ഇന്റർപ്രറ്റ് ചെയ്തും ഓരോ വ്യക്തിയുടെ സെക്ഷുവാലിറ്റിയെ പറ്റി സ്റ്റഡി നടത്തിയൊക്കെ സൈക്കോളജിയിലും സൈക്കാട്രിയിലും വളരെയധികം കോൺട്രവേഴ്ഷ്യൽ ആയിട്ടുള്ള കുറെ കോൺട്രിബ്യൂഷൻസ് അദ്ദേഹം കൊണ്ടുവന്നിട്ടുണ്ട്. ഇവരുടെ early development എന്ന് നോക്കിക്കഴിഞ്ഞാൽ Freud's interest in human mind grew while treating patients with hysteria and neurotic disorders, leading to collaboration with Joseph Breuer and the development of the cathartic method. ആദ്യ കാലഘട്ടങ്ങളിൽ അദ്ദേഹം കൂടുതൽ പേഷ്യൻസിനെയും ട്രീറ്റ് ചെയ്ത് ഹിസ്റ്റീരിയ ബാധിച്ചിട്ട് മതിഭ്രമം, അത് ഭ്രാന്ത്, ഓക്കെ, അങ്ങനെയുള്ള പേഷ്യൻസിനെയും ന്യൂറോട്ടിക് ഡിസേർഡേഴ്സ് ബാധിച്ചിട്ടുള്ള ആൾക്കാരെയുമാണ് അദ്ദേഹം ട്രീറ്റ് ചെയ്തത്. അന്നേരം ഇവരെന്ന് പറയുമ്പോൾ ഒരിക്കലും അവർ കോൺഷ്യസ് മൈൻഡിലല്ല ചിന്തിക്കുന്നത്, ഇല്ലേ? അവരുടെ സബ് കോൺഷ്യസ്, അൺകോൺഷ്യസ് മൈൻഡിലുള്ള പല കാര്യങ്ങളും അവർ റിപ്രസ് ചെയ്യാൻ പറ്റാത്ത ഇമോഷൻസിനെയൊക്കെ അവിടെ പിള്ളിലോട്ട് വന്നുകൊണ്ടിരിക്കും. ആ ഒരു കാലഘട്ടത്തില് അദ്ദേഹം ജോസഫ് ബ്രൂവർ എന്ന് പറയുന്ന മറ്റൊരു സയന്റിസ്റ്റുമായിട്ട് ചേർന്ന് ഈ ഒരു സൈക്കോ അനലിറ്റിക്കൽ മെത്തേഡില് കത്താർട്ടിക് മെത്തേഡ് എന്ന് പറയുന്ന ഒരു മെത്തേഡ് കൊണ്ടുവരികയും അതോടൊപ്പം തന്നെ ജോസഫ് ബ്രൂവറുമായിട്ട് ചേർന്ന് അദ്ദേഹം ഒരു ടെക്സ്റ്റ് എഴുതുകയും ചെയ്തു. അതാണ് സ്റ്റഡീസ് ഓഫ് ഹിസ്റ്റീരിയ. ഓക്കെ, ആദ്യ കാലഘട്ടങ്ങളിൽ ന്യൂറോട്ടിക് ഡിസോർഡേഴ്സും ഹിസ്റ്റീരിയ പേഷ്യൻസിനൊക്കെയാണ് അദ്ദേഹം ട്രീറ്റ് ചെയ്തിരുന്നത്. ആ കാലഘട്ടത്തിൽ അദ്ദേഹം ജോസഫ് ബ്രൂവറുമായിട്ട് കൊളാബറേറ്റ് ചെയ്തിരുന്നു. ആ ടൈമിൽ അദ്ദേഹം 1895 അവർ കോ ഓതർ ചെയ്ത് എഴുതിയ ടെക്സ്റ്റാണ് സ്റ്റഡീസ് ഓഫ് ഹിസ്റ്റീരിയ. അതുപോലെ തന്നെ
ഇവർ രണ്ടുപേരും കൂടെ ഡെവലപ്പ് ചെയ്തൊരു മെത്തേഡാണ് കഥാർട്ടിക് മെത്തേഡ്. And here this book that published in 1895 along with the Brewer introduced the concept of unconscious and proposed that repressed traumatic experience underlies psychological symptoms. ആ ഈ ഒരു ബുക്കിലൂടെയാണ് അൺകോൺഷ്യസ് എന്ന് പറയുന്ന കോൺസെപ്റ്റ് അദ്ദേഹം ഇൻട്രൊഡ്യൂസ് ചെയ്തത്. മനുഷ്യന് ഒരു അബോധ മനസ്സുണ്ടെന്നുള്ള കാര്യം അദ്ദേഹം ഇൻട്രൊഡ്യൂസ് ചെയ്തത് സ്റ്റഡീസ് ഓഫ് ഹിസ്റ്റീരിയ പബ്ലിഷ്ഡ് ഇൻ 1895 കോവേർഡ് വിത്ത് ജോസഫ് ബ്രൂവർ ആ ഒരു വർക്കിലൂടെയാണ്. അതുപോലെ തന്നെ ഈ അൺകോൺഷ്യസ് മൈൻഡിലാണ് മനുഷ്യരുടെ എല്ലാ തരത്തിലുള്ള റിപ്രസ്ഡ് ട്രോമാറ്റിക് എക്സ്പീരിയൻസ് കുടികൊള്ളുന്നതെന്നും നമ്മുടെ പല സൈക്കോളജിക്കൽ ട്രോമാസുകളും കുടികൊള്ളുന്ന ഈ അൺകോൺഷ്യസ് മൈൻഡിലാണെന്ന് അദ്ദേഹം ഇതിലൂടെ വാദിച്ചു. ഇനി ഇവരുടെ കോൺട്രിബ്യൂഷൻ ആണ് കഥാർട്ടിക് മെത്തേഡ്. അത് എന്താണെന്ന് മാത്രമായിട്ട് ചോദിക്കാം. അന്നേരം നമ്മൾ എഴുതേണ്ട കഥാർട്ടിക് മെത്തേഡ് ഈസ് എൻ ഏർലി psychological method that developed by Sigmund Freud along with Joseph Breuer. Freud and Breuer's approach involved patients recalling and verbalizing repressed memories to achieve emotional catharsis and alleviate symptoms, laying the groundwork for psychoanalytical therapy. നമ്മൾ ഹിപ്നോട്ടൈസ് ചെയ്യാന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ടാവും. ഒരു വ്യക്തി ഹിപ്നോസിസിലോട്ട് പോകുന്ന അവസരത്തെ അയാളുടെ ബോധ മനസ്സിൽ നിന്ന് ആ ഉപബോധ മനസ്സിലേക്കും പിന്നെ അബോധ മനസ്സിലേക്കുമാണ് അവൻ ട്രാൻസ്ഫർ ചെയ്യുന്നത്. ഓക്കെ, സബ് കോൺഷ്യസിലേക്കും അൺകോൺഷ്യസിലേക്കും ആ വ്യക്തി ട്രാൻസ്ഫർ ചെയ്യും. അന്നേരം നമ്മളുടെ ഉള്ളിലുള്ള പല റിപ്രസ്ഡ് ഫീലിങ്സ്, ട്രോമാറ്റിക് എക്സ്പീരിയൻസ്, നമ്മൾ സഫർ ചെയ്തിട്ടുള്ള, ഓർമ്മിക്കാൻ നമ്മൾക്ക് താല്പര്യമില്ലാത്ത പല കാര്യങ്ങളും നമ്മൾ സ്റ്റോർ ചെയ്തിട്ടുള്ളത് ഒരിക്കലും നമ്മുടെ ഉള്ളിൽ നിന്ന് പോകുന്നില്ല. ആ സ്റ്റോർ ചെയ്തിരിക്കുന്നതെല്ലാം അത് അൺകോൺഷ്യസ് മൈൻഡിലാണ്. അന്നേരം ഒരു വ്യക്തി ഹിപ്നോസിസ് ചെയ്യപ്പെടുമ്പോൾ ആ വ്യക്തിയുടെ അൺകോൺഷ്യസ് മൈൻഡിലുള്ള പല കാര്യങ്ങളും അയാൾ എന്താണ് പറയാൻ, അല്ലെങ്കിൽ അയാൾ കോൺഷ്യസ് മൈൻഡിൽ മനഃപൂർവ്വം മറച്ചു വെച്ചിരിക്കുന്ന കാര്യങ്ങൾ പലതും പറയുകയാണ്. ഇങ്ങനെ പറയുന്നത് കൊണ്ട് അയാൾക്ക് എന്ത് കിട്ടുന്നു? ഒരു തരത്തിലുള്ള കഥാർസിസ്, ഒരു ഇമോഷണൽ റിലീഫ് കിട്ടുന്നു. അതാണ് കഥാർസിസ് എന്ന് പറയുന്നത്. ഇമോഷണൽ കഥാർസിസ് മീൻസ് വി ഹാവ് ടു അറ്റൈൻ എ കൈൻഡ് ഓഫ് ഇമോഷണൽ റിലീഫ് ബൈ വെർബലൈസിങ് ദ റിപ്രസ്ഡ് മെമ്മറീസ്. നമ്മുടെ ഉള്ളിൽ കിടക്കുന്ന വിചാരങ്ങളെ എല്ലാം ഇങ്ങനെ റീകോൾ ചെയ്ത് പറഞ്ഞ് എടുത്തു കഴിയുമ്പോൾ നമുക്ക് തന്നെ എന്തൊരു ഒരു ആശ്വാസം കിട്ടും. അങ്ങനെ പേഷ്യൻസിനെ കൊണ്ടുപോകുന്ന മെത്തേഡായിരുന്നു കഥാർട്ടിക് മെത്തേഡ്. ഇത് ബ്രൂവറും ഫ്രോയിഡും കൂടെ ഇൻട്രൊഡ്യൂസ് ചെയ്തതാണ്. നെക്സ്റ്റ് അത് അദ്ദേഹത്തിന്റെ ഏർലി ടൈം പീരീഡ് ആയിരുന്നു. അതിനുശേഷം അദ്ദേഹം ഇന്റർപ്രിട്ടേഷൻ ഓഫ് ഡ്രീംസ് എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ ഒരു ഫേമസ് ഒരു ഇമ്പോർട്ടൻറ്റ് ബുക്ക് എഴുതി. അത് പബ്ലിഷ് ചെയ്ത് 1900-ലാണ്. And here it highlighted the importance of dream analysis in accessing the unconscious mind. He viewed dreams as a pathway to understand unconscious thoughts and desires, emphasizing the examination of both manifest, surface level, latent, content, symbolic content to reveal the conflict and desires. അന്നേരം 1900-ൽ ഇറങ്ങിയ ഇന്റർപ്രിട്ടേഷൻ ഓഫ് ഡ്രീംസിൽ അദ്ദേഹം ഡ്രീംസിലെ സ്വപ്നങ്ങളെ വ്യാഖ്യാനിക്കാൻ അദ്ദേഹം പല ശ്രമങ്ങളും നടത്തി. അൺകോൺഷ്യസ് മൈൻഡിലാണ് സ്വപ്നങ്ങളുടെ വ്യാഖ്യാനിക്കപ്പെടുന്ന രേഖകൾ ഉണ്ടെന്നുള്ള അദ്ദേഹം പറഞ്ഞു. അതുപോലെ തന്നെ നമ്മുടെ ഈ ഡ്രീംസ് എന്ന് പറയുന്ന അൺകോൺഷ്യസ് മൈൻഡിൽ നിന്ന് കോൺഷ്യസ് മൈൻഡിലേക്കുള്ള ഒരു പാത്ത് വേ ആണ്, അല്ലെങ്കിൽ ഒരു പാതയാണ്, ഒരു റെപ്രസെന്റേഷൻ ആണ് എന്ന് പറഞ്ഞു. പല കാര്യങ്ങളും നമ്മുടെ അൺകോൺഷ്യസ് മൈൻഡിൽ കിടപ്പുണ്ട്. ആ അൺകോൺഷ്യസ് മൈൻഡിൽ കിടക്കുന്ന പല കാര്യങ്ങളും രാത്രിയിൽ ഉറങ്ങുന്ന സമയത്ത് നമ്മളുടെ ഓർമ്മകളിലേക്ക് സ്വപ്നങ്ങളായി അത് രൂപാന്തരം പ്രാപിക്കുന്നു എന്ന് അദ്ദേഹം പറഞ്ഞു. ഓക്കെ, ഇറ്റ് എംഫസൈസിങ് ദി എക്സാമിനേഷൻ ഓഫ് ബോത്ത് മാനിഫെസ്റ്റ്, സർഫസ് ലെവൽ ഉണ്ടാകാം, അല്ലെങ്കിൽ ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോൾ ഉറങ്ങുന്ന സമയത്ത് നമുക്ക് ഏറ്റവും അടുത്തിട്ടുള്ള ആൾക്കാരെ കറക്റ്റായിട്ട് സ്വപ്നത്തിൽ കാണുമെങ്കിൽ സർഫസ് ലെവലാണ്. ഓക്കെ, നിങ്ങളും നിങ്ങളുടെ ഹസ്ബൻഡോ അല്ലെങ്കിൽ നിങ്ങളുടെ ബ്രദറോ ഒക്കെ ആയിട്ട് ഒരു സ്ഥലത്ത് പോകുന്നതായിട്ടൊക്കെ സ്വപ്നം കണ്ടു കഴിഞ്ഞാൽ സർഫസ് ലെവൽ, ദാറ്റ് ഈസ് മാനിഫെസ്റ്റേഷൻ. ഇനി ചിലത് സിംബോളിക് ലെവലായിട്ട് നമ്മൾ കാണാറുണ്ട്. ഫോർ എക്സാമ്പിൾ പാമ്പിന് സ്വപ്നം കാണുക, അതുപോലെ തന്നെ ബട്ടർഫ്ലൈസ്, നിങ്ങൾക്ക് ചിറക് മുളയ്ക്കുന്നതായിട്ട് സ്വപ്നം കാണുക. ഇതൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഉള്ളിലെ റിപ്രസ്ഡ് ഇമോഷൻസ്, നമ്മൾക്ക് അതിയായി ഉയരാൻ ആഗ്രഹമുണ്ട്, പക്ഷെ ആ ആഗ്രഹം സഫലീകരിക്കാൻ പറ്റുന്നില്ല, പക്ഷെ അതിനെ ശ്രമിച്ചുകൊണ്ടിരിക്കാൻ തുടരെ അതിനുവേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തി അവൻ സ്വപ്നത്തിൽ താൻ പറക്കുന്നതായിട്ട്, തനിക്ക് ചിറകുകൾ മുളച്ച് താൻ പറക്കുന്നതായിട്ട് കാണുകയാണെങ്കിൽ അത് അവന്റെ സിംബോളിക്കലായിട്ട് റെപ്രസെന്റ് ചെയ്യുന്നതാണ്. അവന്റെ ഉള്ളത്തിലുള്ള ആഗ്രഹത്തിനെ സിംബോളിക്കലായിട്ട് റെപ്രസെന്റ് ചെയ്യുന്നു.
അങ്ങനെ കോൺഫ്ലിക്ട്സ്, നമ്മുടെ ഉള്ള ഇമോഷൻസ്, കോൺഫ്ലിക്ട്സ്, ഡിസേഴ്സ്, ഇതിനെയൊക്കെ റിവീൽ ചെയ്യാൻ ഡ്രീംസിലൂടെ സാധിക്കുന്നുവെന്ന് അദ്ദേഹം വാദിച്ചു. Freud argued that dreams contain symbolic elements representing unconscious conflicts with common symbols such as water or animals carrying specific meanings related to dreamers' psyche. This book solidified the importance of unconscious in psychoanalysis. ഫ്രോയിഡ് പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഡ്രീമിൽ പല കാര്യങ്ങളും സിംബോളിക് ആയിട്ട് റെപ്രസെന്റ് ചെയ്യും. ചില സമയത്ത് വാട്ടർ വരാം, ചില സമയത്ത് ആനിമൽസ് വരാം. ഇതൊക്കെ എന്ന് വെച്ചാൽ നമ്മുടെ ഉള്ളിലുള്ള ഇമോഷൻസിനെ സിംബോളിക്കലായിട്ട് റെപ്രസെന്റ് ചെയ്യുകയാണ്. ഓക്കെ, അത് ഒരു മനുഷ്യന്റെ വിചാരങ്ങളെയുമാണ് പ്രതിനിധീകരിക്കുന്നത്. ഇപ്പൊ ചില ആൾക്കാർ പറയും, നിങ്ങൾ പാമ്പിനെ നിങ്ങളുടെ ഉള്ള സെക്ഷൽ ഡിസേഴ്സിനെയാണ് അത് റെപ്രസെന്റ് ചെയ്യുന്നത് എന്നൊക്കെ പറയാറുണ്ട്. സോ ഈ ഒരു ബുക്കിന്റെ ആ ഒരു വരവോടുകൂടി ഡ്രീം അനാലിസിസ്, സൈക്കോ അനാലിസിസ് ടെക്നിക്കുകൾ ഇതെല്ലാം തന്നെ വളരെയധികം പ്രാധാന്യം അർഹിക്കുന്നതായിട്ട് ന്യൂറോളജിയിലും സൈക്കാട്രിയിലും മാറി. ഇതരം നമുക്ക് ഇന്റർപ്രിട്ടേഷൻ ഓഫ് ഡ്രീംസിനെ കുറിച്ച് 5 മാർക്സിന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എഴുതേണ്ട കാര്യം എന്താണ്? Interpretation of Dreams is a seminal work that published by Sigmund Freud in 1900. Through this book, he highlighted the practice of analyzing the dreams that occurred from the unconscious mind. He considered dream as a pathway from conscious to unconscious. He emphasized the importance of examining both surface level or manifestation dream and symbolic level or latent dream according to its conflicts and desires. And he states that dreams contain some symbolic elements that represents the conflicts, such as the water or animals that carry specific meanings. And this book provides an in-depth understanding regarding conscious mind and dreaming psychoanalysis. ഇങ്ങനെ നിങ്ങൾ അതിൻ്റെ അകത്ത് നിങ്ങളുടേതായ ഓൺ സെന്റൻസിലൊന്ന് എഴുതാൻ ശീലിക്കണം. ഇനി അദ്ദേഹം ഈ പറഞ്ഞിട്ടുള്ള സ്ട്രക്ചർ ഓഫ് മൈൻഡിനെ പറ്റി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അദ്ദേഹം മനസ്സിനെ 3ആയിട്ട് ഡിവൈഡ് ചെയ്തു, ഇഡ്, ഈഗോ, സൂപ്പർ ഈഗോ. അത് അദ്ദേഹം പറഞ്ഞത് ദ ഈഗോ ആൻഡ് ഇഡ് എന്നുള്ള ഐഡിന് വയ്ക്കല് ഈഗോ ആൻഡ് ഇഡ് എന്നുള്ള 1923 പബ്ലിഷ് ചെയ്ത ഒരു ബുക്കിലൂടെയാണ്. ഓക്കെ, അന്നേരം നമുക്ക് നോക്കാം. Building on his understanding of unconscious, Freud developed a model of mind structure outlining the ego and id, published in 1923. This model consists of 3 components: id, ego, superego. അന്നേരം അദ്ദേഹം ഈ അൺകോൺഷ്യസ് മൈൻഡിനെ അദ്ദേഹം ഡിവൈഡ് ചെയ്തു, വീണ്ടും ഡിവൈഡ് ചെയ്തു. ആ മനസ്സിന് 3 തലങ്ങളുണ്ട്. ഇഡ്, ഈഗോ, സൂപ്പർ ഈഗോ എന്നാണ് അദ്ദേഹം ഡിവൈഡ് ചെയ്തത് പ്രതിപാദിച്ചിരിക്കുന്ന 1923 അദ്ദേഹം പബ്ലിഷ് ചെയ്ത ദ ഈഗോ ആൻഡ് ഇഡ് എന്ന് പറയുന്ന ബുക്കിലൂടെയാണ്. അതിൻ്റെ അകത്ത് ഇഡ് എന്ന് വെച്ചാൽ ദ പ്രിമിറ്റീവ് ഇൻസ്റ്റിങ്ച്വൽ പാർട്ട് സീക്കിംഗ് ഇമ്മീഡിയറ്റ് ഗ്രാറ്റിഫിക്കേഷൻ. ഫോർ എക്സാമ്പിൾ, നമ്മളുടെ കുട്ടികളുണ്ടല്ലോ, ഒരു 2 വയസ്സ് 3 വയസ്സൊക്കെ ആകുമ്പോൾ അവരെയും കൊണ്ട് കടയിൽ പോയി കഴിഞ്ഞാൽ അവര് കടയിൽ കിടന്ന് ഇന്ന ടോയ് വേണോന്ന് പറഞ്ഞ് വാശി പിടിക്കുന്നു, കരയുന്നു, അവിടെ നിലത്ത് കിടന്ന് എഴുതുന്നു. ദേ ആർ നോട്ട് അറ്റ് ഓൾ ബോതേർഡ് അബൌട്ട് ദ സോഷ്യൽ കണ്ടീഷൻ, വാട്ട് ഹാപ്പനിങ് അറൌണ്ട് ദം. അല്ല, ആരവരെ വാശ് ചെയ്യുന്നു, എടുക്കുന്നു, ഇതിനെ പറ്റി ഒന്നും അവർ ബോതേർഡ് അല്ല. അവരെ സംബന്ധിച്ച് ടോയ് അവരുടെ കയ്യിൽ കിട്ടുക, അവർക്ക് ഗ്രാറ്റിഫിക്കേഷൻ, സാറ്റിസ്ഫാക്ഷൻ കിട്ടുക, അതിനു വേണ്ടിയിട്ട് മാക്സിമം അവർ ശ്രമിക്കും. ഇല്ലേ? ഇത് പ്രിമിറ്റീവ് ഇൻസ്റ്റിങ്ച്വൽ പാർട്ടാണ്. അപ്പം തോന്നുന്ന വികാരമാണ്, പ്രാകൃതമായിട്ടുള്ളതാണ്. അവിടെ കിടന്ന് എഴയുക, കരയുക, ഭയങ്കര സഹിയിട്ട് നമ്മളത് വാങ്ങിച്ചു കൊടുക്കേണ്ട ഒരു അവസ്ഥ വരും. അന്നേരം ആ ഗ്രാറ്റിഫിക്കേഷൻ, താൻ ആഗ്രഹിച്ച് അപ്പം തന്നെ നേടിയെടുക്കണമെന്നുള്ള പ്രിമിറ്റീവ് ഇൻസ്റ്റിങ്ച്വൽ ആയിട്ടുള്ള കാര്യമാണ് ഇഡ് എന്ന് പറയുന്നത്. ഓക്കെ, ഇത് കൂടുതലും കുട്ടികളിൽ പ്രകടമായിട്ട് കാണാറുണ്ട്. ഇനി അടുത്ത ഈഗോ, ദ റാഷണൽ റിയാലിറ്റി ഓറിയന്റഡ് ആസ്പെക്ട് മീഡിയേറ്റിംഗ് ബിറ്റ്വീൻ ഇഡ് ആൻഡ് എക്സ്റ്റേണൽ വേൾഡ്. ഇവിടേക്ക് വരുമ്പോൾ ഈഗോ എന്ന് പറയുമ്പോഴത്തേക്ക് കുട്ടികൾ കുറച്ചുകൂടെ വളർന്നു, അവർക്ക് അവർക്ക് കോമ്പറ്റീഷൻ ഡെവലപ്പ് ചെയ്യും. ഓക്കെ, കോമ്പറ്റീഷൻ ഡെവലപ്പ് ചെയ്യും. കാരണം അവനിക്ക് വാശിയാണ്, പഠിച്ചെടുക്കണമെന്നുള്ള എന്തുകൊണ്ട് അവനിക്ക് വാശിയുണ്ട്. എനിക്കത് ക്രാക്ക് ചെയ്യണം, ഇന്നൊരു കാര്യം ക്രാക്ക് ചെയ്യണമെന്നുള്ള കാര്യം വന്നു അവൻ എന്ത് ചെയ്തു, അവൻ്റെതായ രീതിയിൽ അവൻ എടുക്കാനും തനിക്ക് വേണം, ഇതെല്ലാം തനിക്ക് സ്വന്തമാണെന്നുള്ള ചിന്ത വരുന്നു. അന്നേരം അവൻ റാഷണലായിട്ട് ചിന്തിക്കുന്നു, അവൻ റിയാലിറ്റി ബേസ്ഡ് ആയിട്ട് ചിന്തിക്കുന്നു. ഞാൻ എന്ത് നേടണം, എടുക്കണം, ഇതെല്ലാം ഈഗോ ബേസ്ഡ് ആയിട്ട് വരികയാണ്. Then comes the super ego. They internalize the moral standards and societal rules. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിത് ചെയ്ത ബാക്കിയുള്ളവർ എന്ത് വിചാരിക്കും,
എനിക്കത് ചെയ്യാൻ എന്തുകൊണ്ട് ആഗ്രഹമുണ്ട്. പക്ഷെ ഞാനത് ചെയ്താൽ ബാക്കിയുള്ളവർ എന്ത് വിചാരിക്കും എന്നുള്ള ബേസിൽ, വാല്യൂസിനെയും മോറൽസിനെയും ബേസ് ചെയ്ത് നമ്മളുടെ സ്വഭാവം രൂപീകരിക്കുന്നത്, ബിഹേവിയറിനെ രൂപീകരിക്കുന്നതിനെയാണ് സൂപ്പർ ഈഗോ എന്ന് പറയുന്നത്. അന്നേരം ഒരു വ്യക്തിയുടെ ഇഡിനെ അവൻ മറച്ചു വെക്കുന്നു. ഈഗോയെ വെച്ചിട്ടാണ് അവൻ എന്ത് ചെയ്ത് അവന്റെ കരിയർ ഡെവലപ്പ് ചെയ്യുന്നത്. സൂപ്പർ ഈഗോയിലൂടെ അവൻ അവന്റെ സൊസൈറ്റിയൽ ബിൽഡിങ്ങിലേക്ക് കടക്കുന്നു. Freud model suggests that conflict among id-ego and superego are inherent in human psyche, contributing to the complexity of human behavior. Psychoanalytical therapy aims to uncover the resolve these conflicts by bringing unconscious issues into conscious awareness. ഫ്രോയിഡ് പറഞ്ഞത് ഇഡും ഈഗോയും സൂപ്പർ ഈഗോയും ഒക്കെ തന്നെ മനുഷ്യ മനസ്സുകളിൽ കുടികൊള്ളുന്ന കോംപ്ലക്സിറ്റീസ് ആണ്. ഇവയുടെ വ്യതിചലനമാണ് ഒരു വ്യക്തിയെ നല്ലവനാക്കണോ അല്ലെങ്കിൽ നല്ല ബിഹേവിയർ ആണോ മോശം ബിഹേവിയർ ആണോ എന്ന് നമ്മൾ തീരുമാനിക്കണം. ഒരു വ്യക്തി ഡ്രഗ് അടിച്ചു കഴിഞ്ഞാൽ അവൻ ഭയങ്കര വയലന്റ് ആയിട്ട് പെരുമാറുന്നു, അവൻ ഭയങ്കര റൂഡായിട്ട് പെരുമാറുന്നു എന്ന് പറയുമ്പോൾ അവന്റെ ഇഡാണ് പുറത്തേക്ക് വരുന്നത്. പക്ഷെ അതേസമയം അവൻ ഡ്രഗ്സ് ഉപയോഗിക്കാത്ത സമയത്ത് അവൻ വളരെ നല്ല സ്വഭാവമാണെങ്കിൽ അവന്റെ സൂപ്പർ ഈഗോയാണ് അവിടെ വർക്ക് ചെയ്യുന്നത്. ഓക്കെ, ഡ്രഗ്സ് ഉപയോഗിച്ച് കഴിയുമ്പോൾ അവന്റെ സൂപ്പർ ഈഗോയെ ഇഡ് ഓവർകം ചെയ്യുന്നു. കാരണം സൂപ്പർ ഈഗോ അവിടെ വർക്ക് ചെയ്യുന്നില്ല. അവനെ സംബന്ധിച്ച് അവന്റെ ബോധ മനസ്സ് മറിയും ഉപബോധ അല്ലെങ്കിൽ ഉപബോധ മനസ്സെന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. ഒരിക്കലും അബോധ മനസ്സ് കറക്റ്റ് ആയിട്ട് വർക്ക് ചെയ്യാം. ഉപബോധ മനസ്സ് ആക്ടിവേറ്റ് ആക്കുകയും ഹീസ് നോട്ട് അറ്റ് ഓൾ ബോധേഡ് അബൌട്ട് ദ വാല്യൂസ് മോറൽ സിറ്റുവേഷൻസ്. അപ്പോൾ അവനിക്ക് എന്ത് പറ്റുന്നു, അവന്റെ ഉള്ളിലുള്ള പ്രതികാരം, വിദ്വേഷം, ഇതെല്ലാം അവനക്ക് പുറത്തേക്ക് വരും, അവനത് പ്രകടിപ്പിക്കുകയും ചെയ്യും. അങ്ങനെയാണ് കൂടുതൽ പ്രശ്നങ്ങളും ഉണ്ടാകുന്നത്. Psychoanalytical therapy aims to uncover and resolve these conflicts by bringing unconscious issues into conscious awareness. അന്നേരം ഇത് ട്രീറ്റ് ചെയ്യുന്നത്, സൈക്കോ അനലിറ്റിക്കൽ തെറാപ്പി എങ്ങനെയാണ് ട്രീറ്റ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അൺകോൺഷ്യസ് ഇഷ്യൂസ് ഉണ്ടല്ലോ അതിനെ കോൺഷ്യസിലേക്ക് കൊണ്ടുവന്നിട്ട്, അത് നമ്മൾ പറഞ്ഞൊരു മെത്തേഡ് ഉണ്ട്, കഥാർട്ടിക് മെത്തേഡ്. ആ കഥാർട്ടിക് മെത്തേഡ് വഴി അൺകോൺഷ്യസിലുള്ള പല ഇഷ്യൂസിനെയും കോൺഷ്യസിലേക്ക് കൊണ്ടുവന്ന് വെർബലൈസ് ചെയ്ത് അവരുമായിട്ട് സംസാരിച്ച് പറഞ്ഞ് അത് ഒഴിവാക്കാൻ ശ്രമിക്കും. ഓക്കെ, ഇതാണ് അന്നേരം ഇഡ് ആൻഡ് ഈഗോ. ഈഗോ ആൻഡ് ഇഡ് എന്ന് പറയുന്ന 1923 ടെക്സ്റ്റിലാണ് അദ്ദേഹം ഈ തരത്തിലുള്ള സ്ട്രക്ചർ ഓഫ് മൈൻഡിനെ അവതരിപ്പിച്ചിട്ടുള്ളത്. ഇഡ് എന്ന് വെച്ചാൽ പ്രൊമിറ്റീവ് ഇൻസ്റ്റിങ്ക്ച്വൽ ഗ്രാറ്റിഫിക്കേഷൻ ആണെങ്കിൽ ഈഗോ എന്ന് വെച്ചാൽ റാഷണൽ ആണ്, റിയാലിറ്റി ബേസ്ഡ് ആണ്. നമ്മൾ അതുപോലെ തന്നെ ഇന്റേണൽ വേൾഡും എക്സ്റ്റേണൽ വേൾഡും തമ്മിലുള്ള മെർജിങ് നമുക്ക് ഈഗോയിൽ കാണാൻ സാധിക്കും. സൂപ്പർ ഈഗോ എന്ന് പറയുമ്പോൾ ഇവിടെയാണ് നമ്മുടെ റിലീജിയൻ, മൊറാലിറ്റി, മോറൽ സ്റ്റാൻഡേർഡ്സ്, വാല്യൂസ് ഇതെല്ലാം വരുന്നത് സൂപ്പർ ഈഗോയിലാണ്. Next, he deals with the psychosexual development. Freud theory poses that children progress through 5 stages of psychosexual development: oral, anal, phallic, latent, and genital, with each stage characterized by focus on different erogenous zones. Conflicts at these stages, if unresolved, can lead to fixation and personality traits in adulthood. ഫ്രോയിഡ് പറഞ്ഞതെന്ന് വെച്ചാൽ കുട്ടികൾ വളരുന്ന ഓരോ സ്റ്റേജിനും അവർക്ക് ഓരോ തരത്തിലുള്ള സൈക്കോസെക്ഷൽ ഡെവലപ്മെന്റ് ഉണ്ടാകുന്നുണ്ട്. ഓറൽ സ്റ്റേജ്, ആനൽ സ്റ്റേജ്, ഫാലിക് സ്റ്റേജ്, ലാറ്റൻ സ്റ്റേജ്, ജനൈറ്റൽ സ്റ്റേജ്, ഇങ്ങനെയുള്ള 5 സ്റ്റേജസിലൂടെയാണ് ഒരു കുട്ടിയുടെ മാനസിക വിന്യാസങ്ങൾ കടന്നു പോകുന്നത്. ഈ ഓരോ സോണിലും കുട്ടി അറ്റൈൻ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അത് അറ്റൈൻ ചെയ്തില്ലെങ്കിൽ അവിടെ എന്ത് നടക്കുന്നു? ഇറ്റ് ക്യാൻ ലീഡ് ടു ഫിക്സേഷൻ. അത് വ്യക്തി വൈകല്യം ഉണ്ടാകാനും അവൻ വളർന്നു വരുമ്പോൾ അവന്റെ വ്യക്തി വൈകല്യത്തിനും ഒക്കെ അത് കാരണമായി തീരുന്നു എന്ന് അദ്ദേഹം പറഞ്ഞു. അതുപോലെ തന്നെ ഫ്രോയിഡ് ഡിസ്കസ് ദീസ് ഐഡിയാസ്, ഈ പറഞ്ഞിട്ടുള്ള സൈക്കോസെക്ഷൽ ഡെവലപ്മെന്റിനെ പറ്റി ഹി ഡിസ്കസ് ദീസ് ഐഡിയാസ് ഇൻ ഹിസ് വർക്ക്സ് ലൈക്ക് തിയറീസ് ഓഫ് സെക്ഷുവാലിറ്റി 1905, Totem and Taboo, a text that published in 1913. സോ ഇതിനെയൊക്കെ പറ്റി അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് ഈ ഒരു കോൺസെപ്റ്റിലാണ്. ഓക്കെ, അതുപോലെ തന്നെ ഇനി അദ്ദേഹം ചൈൽഡ്ഹുഡ് എക്സ്പീരിയൻസിനെ പറ്റി പറഞ്ഞു. ഞാൻ നേരത്തെ പറഞ്ഞു ചൈൽഡ്ഹുഡിലാണ് ഈ പറഞ്ഞിട്ടുള്ള സൈക്കോസെക്ഷൽ ബിഹേവിയറൽ തെറാപ്പീസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. Freud emphasized the role of early childhood experience in shaping adult personality and behavior. ഒരു കുട്ടി അവൻ വളർന്നു വരുന്ന സാഹചര്യവും അവന്റെ മാനസിക നിലയുമാണ് അവൻ മുതിർന്ന ഒരു പൗരനാകുമ്പോൾ അവനെ വാർത്തെടുക്കുന്നത്. കുട്ടിക്ക് നല്ല രീതിയിലുള്ള നിർമ്മാണം കൊടുത്തില്ലെങ്കിൽ, മാനസികമായ വിന്യാസം കൊടുത്തില്ലെങ്കിൽ
അവൻ ഒരു വ്യക്തി വൈകല്യമുള്ള ആളായിട്ടായിരിക്കും വരുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു. Words like the three essays on theory of sexuality, books like And the Totem and Taboo, published in 1913, explore the significance of sexual energy, libido, and Oedipus complex, premial Hornbeck hypothesis in understanding human development and societal norms. അദ്ദേഹത്തിന്റെ 1913 ടോട്ടൻ ടാബുവിലും 1905 തിയറി ഓഫ് സെക്ഷാലിറ്റിയിലും ഒക്കെ അദ്ദേഹം ഈ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ, ഇപ്പം ചൈൽഡ്ഹുഡ് എക്സ്പീരിയൻസ് ആണ് ഒരു വ്യക്തിയുടെ മനോവൈകല്യം നിർണ്ണയിക്കുന്നതെന്നുള്ള കാര്യത്തിനെ അദ്ദേഹം ഊന്നി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിനോടൊപ്പം തന്നെ നമ്മളുടെ എനർജി, സെക്ഷൽ എനർജി, ലിബിഡോ, ഒരു കുട്ടി അല്ലെങ്കിൽ അവൻ കുട്ടിയായിരിക്കുമ്പോൾ തന്നെ അവൻക്ക് എന്തുണ്ട്, സെക്ഷൽ അപ്പറ്റൈറ്റ് ഉണ്ട്. അതുകൊണ്ടാണ് അവന്റെ ഒരു, നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ഒരു 6 മാസമൊക്കെ ആകുമ്പോൾ തന്നെ ആൺകുട്ടികൾ അവരുടെ ജനൈറ്റൽ പാർട്ടിൽ ടച്ച് ചെയ്യാറുണ്ട്. ഓക്കെ, അവർക്ക് അതിനകത്തൂടെ അദ്ദേഹം പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, while they touch their genital part, they derive some kind of a sexual pleasure എന്നാണ് പറയുന്നത്. ഓക്കെ, അതുപോലെ തന്നെ അവന്റെ അമ്മയുടെ പാല് കുടിക്കുന്ന സമയത്തും അവൻക്ക് സെക്ഷൽ പ്ലഷർ അനുഭവപ്പെടാറുണ്ട് എന്ന് നമ്മുടെ ഫ്രോയിഡ് പറഞ്ഞു. അന്നേരം ഇതെല്ലാം അദ്ദേഹം പറഞ്ഞത് തിയറി ഓഫ് സെക്ഷാലിറ്റി എന്ന് പറയുന്ന ബുക്കിലൂടെയാണ്. അതുപോലെ തന്നെ ഇഡിപ്പസ് കോംപ്ലക്സ്, ആൺകുട്ടികൾക്ക് അമ്മയോട് അമിതമായ ഇഷ്ടം തോന്നുന്നു, പെൺകുട്ടികൾക്ക് അച്ഛനോട് ഇഷ്ടം തോന്നുന്നു, ഇലക്ട്ര കോംപ്ലക്സ് എന്ന് പറയും. ഈ ഇഡിപ്പൽ കോംപ്ലക്സ്, അതുപോലെ തന്നെ സെക്ഷൽ ലിബിഡോ കോംപ്ലക്സ്, ഇങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ചും പ്രൈമൽ ഫാദർ ഫീലിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, പ്രൈമൽ ഹോർഡേ ഹൈപ്പോത്തിസിസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫോർ എക്സാമ്പിൾ, ചില പെൺകുട്ടികൾക്ക് ഒരു വിചാരമുണ്ട്, അച്ഛനാണ് തന്റെ ഏറ്റവും ബെസ്റ്റ്. ഓക്കെ, അതുപോലെ തന്നെ അച്ഛൻ എന്ന് പറയുമ്പോൾ അച്ഛനോട് അടുക്കാനായിട്ട് ആരാണ് തടസ്സമായി നിൽക്കുന്നത്, അമ്മയാണ് തടസ്സമായി നിൽക്കുന്നത്. അങ്ങനെ അമ്മയെ ഒഴിവാക്കണമെന്നുള്ള ചിന്ത പെൺകുട്ടികൾക്ക് കുട്ടിക്കാലത്തും, അതുപോലെ തന്നെ അമ്മയാണ് തനിക്ക് ഏറ്റവും ബെസ്റ്റ്, അമ്മയെ ഒഴിവാക്കാനായിട്ട് അച്ഛനെ കൊല്ലണമെന്നുള്ള ചിന്ത ആൺകുട്ടികൾക്കും, മർഡർ ഓഫ് ദ പ്രൈമൽ ഫാദർ ലെറ്റ് ഫീലിംഗ്, അങ്ങനെ ആ ഒരു ഗിൽറ്റ്, ആ ഒരു ചിന്ത തോന്നുന്നതിനെയാണ് പ്രിമൽ ഹോർഡേ ഹൈപ്പോത്തിസിസ് എന്ന് പറയുന്നത്. ഇങ്ങനെയുള്ള കാര്യങ്ങൾ കുട്ടികൾക്ക് ആ ഒരു കുട്ടിക്കാലത്ത് തോന്നും, പക്ഷെ ഗ്രാജുവലി അവരെന്ത് ചെയ്യും, ഡെവലപ്പ് ചെയ്യുന്നതിനനുസരിച്ച് അവർ അതിൻ്റെ അകത്ത് മാറ്റങ്ങൾ വരും. പക്ഷെ ഇത് മാറ്റങ്ങൾ വന്നില്ലെങ്കിൽ എന്ത് വരും, ഇറ്റ് ക്യാൻ ക്രിയേറ്റ് സം കൈൻഡ് ഓഫ് fixation and to create some kind of unwanted behaviors in the particular person. ഇനി അടുത്ത ഡിഫൻസ് മെക്കാനിസം എന്താണെന്ന് നോക്കാം. Freud introduced the concept of defense mechanism. These are unconscious strategies that individuals use to cope with anxiety and protect themselves from distressing thoughts or emotions. Anna Freud's Ego and the Mechanism of Defense, published in 1936, further explores defense mechanisms like repression, denial, displacement, and projection through clinical examples. ഇനി ഈ ഡിഫൻസ് മെക്കാനിസത്തിലേക്ക് വരുമ്പോൾ ഇതിൻ്റെ അകത്ത് കൂടുതൽ കോൺട്രിബ്യൂഷൻസ് നടത്തിയിട്ടുള്ള സിഗ്മണ്ട് ഫ്രോയിഡിന്റെ 6ാമത്തെ മകളായ അന്ന ഫ്രോയിഡ് ആണ്. ഓക്കെ, അന്ന ഫ്രോയിഡിന്റെ ഈഗോ ആൻഡ് ദ മെക്കാനിസം ഓഫ് ഡിഫൻസ് എന്ന് പറയുന്ന 1936 പബ്ലിഷ് ചെയ്ത ടെക്സ്റ്റില് അവർ ഈ പറഞ്ഞിട്ടുള്ള ഡിഫൻസ് മെക്കാനിസത്തിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അതാണ് ഇതെന്ന് പറയുന്നത്, ഫോർ എക്സാമ്പിൾ, നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം തെറ്റ് ചെയ്തു, ഓക്കെ, അല്ലെങ്കിൽ നമ്മൾ എന്തിനെങ്കിലും കുറിച്ചിട്ട് വേവലാതിപ്പെടുന്ന സമയത്ത് നമ്മൾ ആ ഒരു കാര്യത്തിനെ കുറിച്ച് നമ്മൾ പോലും അറിയാതെ നമ്മളിങ്ങനെ ഫാസ്റ്റ് ആയിട്ട് പറഞ്ഞുകൊണ്ടേയിരിക്കും, ആരും കേൾക്കാൻ. ഓക്കെ, നമ്മൾ ആ കാര്യത്തിന് മനഃപൂർവ്വം മറയ്ക്കാൻ ശ്രമിക്കുക, ആരെങ്കിലും അതിനെപ്പറ്റി പറഞ്ഞാൽ പോലും കേൾക്കാതെ എണീറ്റ് പോകാൻ ശ്രമിക്കുക. സോ ഇതൊക്കെ എന്ന് പറയുന്നത് നമ്മളുടെ മൈൻഡ് നമ്മളോട് തന്നെ എടുക്കുന്ന ഒരു ഡിഫൻസ് മെക്കാനിസമാണ്. ആ ഒരു ട്രോമ കണ്ടീഷനിലൂടെ നമ്മൾ പോകാതിരിക്കാൻ വേണ്ടി നമ്മുടെ മൈൻഡ് നമ്മളോട് തന്നെ എടുക്കുന്ന ഒരു മെക്കാനിസമാണ് ഡിഫൻസ് മെക്കാനിസം. ഇതിനെപ്പറ്റി പറഞ്ഞിട്ടുള്ളത് അന്ന ഫ്രോയിഡ് ആണ്, ത്രൂ ഹെർ വർക്ക് ദ ഈഗോ ആൻഡ് മെക്കാനിസം ഓഫ് ഡിഫൻസ്, പബ്ലിഷ്ഡ് ഇൻ 1936. ഇത് പ്രകാരം പലതരത്തിലുള്ള ഡിഫൻസ് മെക്കാനിസം ഉണ്ട്. റിപ്രഷൻ, ഡിനയൽ, ഡിസ്പ്ലേസ്മെന്റ്, പ്രൊജക്ഷൻ, ഇതൊക്കെ തന്നെ അവർ ക്ലിനിക്കലി പ്രൂവ് ചെയ്തിട്ടുണ്ട്. ഇത് എന്തിനാണ് ഡിഫൻസ് മെക്കാനിസം നമ്മൾ യൂസ് ചെയ്യുന്നത്? in order to cope up with anxiety and protect themselves from distressing thoughts or emotions. നമ്മളെ അധികം വേട്ടയാടുന്ന ചിന്തകള്, ഫീലിങ്സുകള്, ഇതിൽ നിന്നൊക്കെ ഉള്ള ഒരു മുക്തി, അല്ലെങ്കിൽ ഇതിൽ നിന്നുള്ള ഒരു ഒളിച്ചോട്ടമായിട്ടാണ്, അങ്ങനെയുള്ള ആങ്സൈറ്റിയിൽ നിന്ന് നമ്മളെ തന്നെ നമ്മൾ പ്രൊട്ടക്ട് ചെയ്യാൻ ശ്രമിക്കുന്നതാണ് ഡിഫൻസ് മെക്കാനിസം വഴി. ഓക്കെ, അല്ലെങ്കിൽ നമ്മൾ ഒരു തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ നിരാകരിക്കുന്നു, തെറ്റ് ചെയ്തില്ല എന്ന് പറയും, ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല, എനിക്ക് അങ്ങനെയൊന്നും സംഭവിച്ചിട്ടില്ല, ഞാൻ തോറ്റിട്ടില്ല, ഞാൻ ഇനി ജയിക്കും, ഞാൻ തോറ്റിട്ടില്ല, ഇങ്ങനെയൊക്കെ നമ്മൾ നമ്മളോട് തന്നെ പറയുന്നത് ഡിഫൻസ് മെക്കാനിസം ആണ്. സെൽഫ് പ്രൊട്ടക്ഷൻ ആണ് നമ്മളോട് ചെയ്യുന്നത്.
Here, the Civilization and its Discontents. In Civilization and its Discontents, published in 1930, Freud examines the tension between individual desires and societal constraints. He argues that civilization demands the repression of natural instincts, leading to discontent and psychological conflict. This work delves into complexities of human happiness and the interplay between individual and collective psyches in civilized societies. സോ ഫ്രോയിഡ് എഴുതിയിട്ടുള്ള മറ്റൊരു ടെക്സ്റ്റാണ് 1930 പബ്ലിഷ് ചെയ്തൊരു ടെക്സ്റ്റാണ് സിവിലൈസേഷൻ ആൻഡ് ഡിസ്കണ്ടന്റ്. ഇതിൻ്റെ അകത്ത് അദ്ദേഹം പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ത്രൂ ദിസ് വർക്ക് ഹി ട്രൈസ് ടു എക്സാമിൻ ദ ടെൻഷൻ ബിറ്റ്വീൻ ഇൻഡിവിജ്വൽ ഡിസേഴ്സ് ആൻഡ് സൊസൈറ്റൽ കൺസ്ട്രെയിൻസ്. അപ്പം എനിക്ക് എന്തെങ്കിലും എത്തിപ്പെടാൻ ആഗ്രഹമുണ്ട്, പക്ഷെ അത് സൊസൈറ്റി അത് അനുവദിക്കുന്നില്ലെങ്കിൽ അങ്ങനെ ഇൻഡിവിജ്വൽ ഡിസയറും സൊസൈറ്റിയൽ കൺസ്ട്രെയിൻസും അതായത് സൊസൈറ്റിയുടെ വിലക്കുകളും ഇടയിൽ വരുന്ന കാര്യങ്ങളെയാണ് നമ്മൾ അദ്ദേഹം ഈ സിവിലൈസേഷൻ ആൻഡ് ഡിസ്കണ്ടന്റിലെ ചർച്ച ചെയ്യുന്നത്. ആൻഡ് ത്രൂ ദിസ് വർക്ക് ഹി ട്രൈസ് ടു ആർഗ്യൂ ദാറ്റ് സിവിലൈസേഷൻ ഡിമാൻഡ്സ് റിപ്രഷൻ ഓഫ് നാച്ചുറൽ ഇൻസ്റ്റിങ്ക്റ്റ്. ഇല്ലേ, നമുക്ക് സ്വാഭാവികമായിട്ടുള്ള പ്രചോദനങ്ങൾ സ്റ്റിമുലസിനെ പലതിനെയും നാച്ചുറൽ ആയിട്ടുള്ള ഇൻസ്റ്റിങ്സിനെ പലതിനെയും നമ്മുടെ സൊസൈറ്റി എന്ത് ചെയ്യുന്നു, അല്ലെങ്കിൽ സിവിലൈസേഷൻ എന്ത് ചെയ്യുന്നു, റിപ്രസ് ചെയ്യാൻ പറയുന്നു. ഫോർ എക്സാമ്പിൾ, പബ്ലിക്കലി സെക്സ് ചെയ്യാൻ അനുവാദമില്ല. അതുപോലെ തന്നെ സെക്ഷൽ ഇൻസ്റ്റിങ് എന്ന് പറയുന്നത് സ്വാഭാവികമാണ്, പക്ഷേ സെക്ഷാലിറ്റി അല്ലെങ്കിൽ സെക്ഷൽ ഡിസേഴ്സ് എന്ന് പറയുന്നത് നാച്ചുറൽ ആയിട്ടുള്ളതിനാണ്, പക്ഷെ അത് നമുക്ക് പബ്ലിക്കലി ചെയ്യാനുള്ള അനുവാദമില്ല. അങ്ങനെ പല നാച്ചുറൽ ഇൻസ്റ്റിങ്സിനെയും സൊസൈറ്റി എന്ത് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ സിവിലൈസേഷൻ എന്ത് ചെയ്യുന്നുണ്ട്, റിപ്രസ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. അന്നേരം ഈ സിവിലൈസേഷനും പേഴ്സണൽ ഡിസയറും തമ്മിലുള്ള ഒരു ഡിസ്കണ്ടന്റ് അവർ ഡെവലപ്പ് ചെയ്യാണ്. ദാറ്റ് ക്രിയേറ്റ്സ് എ കൈൻഡ് ഓഫ് എ സൈക്കോളജിക്കൽ കോൺഫ്ലിക്റ്റ്. So, through this work, he tries to delve into the complexities of human happiness and interplay between individual and collective psyches in civilized society. Human happinessും അതുപോലെ തന്നെ അതിന്റെ കോംപ്ലക്സിറ്റീസും സിവിലൈസ്ഡ് സൊസൈറ്റീസും തമ്മിലുള്ള ആ ഒരു ടെൻഷനെ പറ്റിയിട്ട് പറയുന്ന വർക്കാണ് സിവിലൈസേഷൻ ആൻഡ് ഡിസ്കണ്ടന്റ്. അങ്ങനെ നമുക്ക് ലക്കാനെ നമുക്കൊന്ന് റിവൈസ് ചെയ്യാം. ലക്കാനല്ല, ഫ്രോയിഡിനെ നമുക്കൊന്ന് റിവൈസ് ചെയ്യാം. ഓസ്ട്രിയൻ ന്യൂറോളജിസ്റ്റ് ആണ്. സൈക്കോ അനാലിസിസ് ഫീൽഡിൽ അദ്ദേഹം വളരെ പയനിയറിംഗ് ആയിട്ടുള്ള മെമ്പറാണ്. അദ്ദേഹത്തിന്റെ കീ കോൺസെപ്റ്റുകളാണ് ഇഡ്, ഈഗോ, സൂപ്പർ ഈഗോ, റിപ്രഷൻ, ഇഡിപ്പസ് കോംപ്ലക്സ്, ഇലക്ട്ര കോംപ്ലക്സ് എന്നിവയ്ക്ക് അദ്ദേഹത്തിന്റെ കോൺട്രിബ്യൂഷൻസ് ആണ്. അദ്ദേഹത്തിന്റെ ഏർലി ഡെവലപ്മെന്റ് എടുത്തു കഴിഞ്ഞാൽ ജോസഫ് ബ്ലൂവറുമായിട്ട് ചേർന്ന് അദ്ദേഹം ഹിസ്റ്റീരിയയിലും ന്യൂറോട്ടിക് ഡിസോർഡേഴ്സിലും പഠനം നടത്തുകയും അവർ രണ്ടുപേരും കൂടെ ചേർന്ന് എഴുതിയ ഒരു ടെക്സ്റ്റാണ് സ്റ്റഡീസ് ഓഫ് ഹിസ്റ്റീരിയ, പബ്ലിഷ്ഡ് ഇൻ 1895. അതിനകത്ത് അദ്ദേഹം അൺകോൺഷ്യസ് മൈൻഡിനെ പറ്റിയും റിപ്രസ്ഡ് ഇമോഷൻസിനെ പറ്റിയും പ്രതിപാദിച്ചിട്ടുണ്ട്. ആദ്യമായി അൺകോൺഷ്യസ് മൈൻഡിനെ പറ്റി പറയുന്നത് ഈ പറയുന്ന സ്റ്റഡീസ് ഓഫ് ഹിസ്റ്റീരിയ, പബ്ലിഷ്ഡ് ഇൻ 1895 ഇവർ രണ്ടുപേരും കൂടെ ഇൻട്രൊഡ്യൂസ് ചെയ്ത മറ്റൊരു മെത്തേഡാണ് കഥാർട്ടിക് മെത്തേഡ് എന്ന് പറയുന്നത്. ഇങ്ങനെയുള്ള ട്രോമാറ്റിക് എക്സ്പീരിയൻസിലൂടെ കടന്നു പോകുന്ന പേഷ്യൻസിനെ കഥാർട്ടിക് മെത്തേഡിലേക്ക് കൊണ്ടുവരിക വഴി പേഷ്യൻസ് അവരുടെ ഓർമ്മകളിലേക്ക് പോവുകയും അതിനെ റീകോൾ ചെയ്യും, വെർബലൈസ് ചെയ്യുകയും ചെയ്യുന്ന വഴി അവരുടെ റിപ്രസ്ഡ് ഇമോഷൻസിൽ നിന്ന് അവർക്ക് ഒരു തരത്തിലുള്ള അലീവിയേഷൻ കിട്ടുന്നു, അവർക്ക് ഒരു തരത്തിലുള്ള റിലീവ് കിട്ടുന്നു എന്ന് അദ്ദേഹം പറഞ്ഞു. ഇത് സൈക്കോ അനാലിറ്റിക്കൽ തെറാപ്പിയിൽ ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവന്നിട്ടുള്ള ഒരു മെത്തേഡാണ്. നെക്സ്റ്റ് 1900 അദ്ദേഹം എഴുതിയ ഒരു വർക്കാണ് ഇന്റർപ്രിട്ടേഷൻ ഓഫ് ഡ്രീംസ്. ഇതിൻ്റെ അകത്ത് അദ്ദേഹം ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അൺകോൺഷ്യസ് മൈൻഡുള്ള ഡ്രീംസിനെ അദ്ദേഹം അനലൈസ് ചെയ്യാണ് ചെയ്തത്. അദ്ദേഹം പറയുന്നത് അൺകോൺഷ്യസ് മൈൻഡിൽ നിന്ന് കോൺഷ്യസ് മൈൻഡിലേക്കുള്ള ഒരു പാത്വേ ആണ്, ഒരു പാതയാണ് ഡ്രീംസ് എന്ന് പറയുന്നത്. നമ്മുടെ മനസ്സിൽ കിടക്കുന്ന പല ഡ്രമാറ്റിക് ഇൻസിഡൻസുകളെയും മാനിഫെസ്റ്റേഷൻ ലെവലിലോ അല്ലെങ്കിൽ സർഫസ് ലെവലിലോ അല്ലെങ്കിൽ ലേറ്റഡ് അല്ലെങ്കിൽ സിംബോളിക് ലെവലിലോ പല കാര്യങ്ങളും നമ്മളുടെ ഉള്ളിലുള്ള ചിന്തകളും കോൺഫ്ലിക്റ്റുകളും ഡിസേഴ്സും ഒക്കെ രാത്രിയിൽ സ്വപ്നങ്ങളിൽ നമുക്ക് ദർശിക്കാൻ സാധിക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു. ഇതും സൈക്കോ അനാലിസിസ് ഫീൽഡിൽ ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവന്നു. ലേറ്റർ ദ ഈഗോ ആൻഡ് ഇഡ് എന്ന് പറയുന്ന 1923 ബുക്കിൽ അദ്ദേഹം മൈൻഡിനെ 3 തരം തിരിച്ചു. ഇഡ്, ഈഗോ, സൂപ്പർ ഈഗോ. ഇഡ് എന്ന് വെച്ചാൽ പ്രിമിറ്റീവ് ഇൻസ്റ്റിങ് ആണ്, എന്ന് വെച്ചാൽ നാച്ചുറൽ പ്രിമിറ്റീവ് ഇൻസ്റ്റിങ് ആണ്. ഇമ്മീഡിയറ്റ് ഗ്രാറ്റിഫിക്കേഷൻ ആണ് അതിന് വേണ്ടത്. ഈഗോ എന്ന് പറഞ്ഞാൽ നമ്മൾ റിയാലിറ്റി അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്നു, അതുപോലെ തന്നെ റാഷണൽ ആയിട്ട് ചിന്തിക്കുന്നു. ഓക്കെ, അതുപോലെ തന്നെ ഇഡിനും ഈഗോയ്ക്കും ഇടയിൽ നിൽക്കുന്ന ഒന്നാണ് ഇഡിനും സൂപ്പർ ഈഗോയ്ക്കും ഇടയ്ക്ക് നിൽക്കുന്ന ഒന്നാണ് ഈഗോ എന്ന് പറയുന്നത്. എക്സ്റ്റേണൽ വേൾഡിനെ പറ്റി നമ്മൾ ബോധേഡ് ആവും.
സൂപ്പർ ഈഗോ എന്ന് പറയുന്നത് നമ്മുടെ മോറൽ വാല്യൂസ്, സ്റ്റാൻഡേർഡ്സ്, റിലീജിയൻ, സൊസൈറ്റൽ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഇതിനെയൊക്കെ പറ്റി നമ്മൾ ബോധേഡ് ആവുന്നതാണ് സൂപ്പർ ഈഗോ എന്ന് പറയുന്നത്. ഈ സൈക്കോ സെക്ഷൽ ഡെവലപ്മെന്റിനെ പറ്റി അദ്ദേഹം പറഞ്ഞു, കുട്ടികൾ ഒരു വ്യക്തി വളർന്നു വരുമ്പോൾ അവന്റെ മാനസിക വിന്യാസത്തിന് ഏറെ പ്രാധാന്യം കൊടുക്കേണ്ട ഒരു കുട്ടിക്കാലത്തെ മുതലാണ്. കാരണം കുട്ടിക്കാലത്ത് അവന്റെ മനസ്സിലുണ്ടാകുന്ന പല കാര്യങ്ങളും വളർന്നു വരുമ്പോൾ അവന്റെ മനസ്സിൽ കിടക്കുകയും അത് അവൻ പ്രതിഫലിപ്പിക്കുകയും ചെയ്യും. ഇതിനെ അദ്ദേഹം 5 സ്റ്റേജസുകളായിട്ട് കുട്ടിക്കാലത്തെ ചൈൽഡ്ഹുഡ് എക്സ്പീരിയൻസിലെ സൈക്കോസെക്ഷൽ ഡെവലപ്മെന്റിനെ അദ്ദേഹം പറഞ്ഞു. ഓറൽ, ആനൽ, ഫാലിക്, ലേറ്റന്റ് ആൻഡ് ജെനൈറ്റൽ. ഓക്കെ, ഓരോ കാലഘട്ടം കഴിയുമ്പോൾ അല്ലെങ്കിൽ ഓരോ ഏജസ് കഴിയുമ്പോൾ ഈ സ്റ്റേജസിൽ മാറ്റം ഉണ്ടാകണം. അതർവൈസ് ഇറ്റ് ലീഡ്സ് ടു ഫിക്സേഷൻ ആൻഡ് ക്രിയേറ്റ് സം കൈൻഡ് ഓഫ് പേഴ്സണാലിറ്റി പ്രോബ്ലംസ് ഇൻ അഡൽട്ട്ഹുഡ്. ഓക്കെ, ഇതിനെപ്പറ്റി അദ്ദേഹം പറഞ്ഞത് 3 essays ഓഫ് തിയറി ഓഫ് സെക്ഷുവാലിറ്റി എന്ന് പറയുന്ന 1905 ടെക്സ്റ്റിലും ജോട്ടം ആൻഡ് ടാബു എന്ന് പറയുന്ന 1913 ഇറങ്ങിയ ടെക്സ്റ്റിലുമാണ്. അതുപോലെ തന്നെ ഈ ടെക്സ്റ്റുകളിൽ അദ്ദേഹം ലിബിഡോ എന്ന് വെച്ചാൽ സെക്ഷൽ എനർജി, നമുക്ക് കുട്ടിക്കാലത്തെ ഒരു കുഞ്ഞിന് കുട്ടിയായിരിക്കുമ്പോൾ തന്നെ നമുക്ക് സെക്ഷൽ എനർജി ഉണ്ടെന്ന് പറയുന്ന ആ ഒരു ലിബിഡോ കോൺസെപ്റ്റ്, ഇഡിപ്പസ് കോൺസെപ്റ്റും പ്രൈമൽ ഹോർഡിൻ ഹൈപ്പോത്തിസിസും ഒക്കെ തന്നെ അദ്ദേഹം ഇതിനകത്ത് ഈ ടെക്സ്റ്റുകൾ എടുത്തു പറഞ്ഞിട്ടുണ്ടായിരുന്നു. ലേറ്റർ 1936 ആയപ്പോഴത്തേക്ക്, അതുപോലെ തന്നെ 1936 ആയപ്പോൾ അദ്ദേഹത്തിന്റെ മകളായ 6ാമത്തെ മകളായ അന്ന ഫ്രോയിഡ് ഈഗോ ആൻഡ് മെക്കാനിസം ഓഫ് ഡിഫൻസ് എന്ന് പറയുന്ന ടെക്സ്റ്റിൽ നമ്മളുടെ മനസ്സിലെ ചിന്തകളെ ഡിഫെൻസ് ചെയ്യാനുള്ള മെത്തേഡിനെ കുറിച്ച് പറഞ്ഞു. ആൻഡ് ഷീ കൺസിഡേർഡ് ദിസ് defensive mechanism as a as to cope up with anxiety and to protect themselves from distressing thoughts and emotions. പലതരത്തിലുള്ള മെക്കാനിസം ഇൻട്രൊഡ്യൂസ് ചെയ്തു, ലൈക്ക് റിപ്രഷൻ, ഡിനയൽ, ഡിസ്പ്ലേസ്മെന്റ്, പ്രൊജക്ഷൻ ടു ആൻഡ് ഹി കൺഫൈൻഡ് ഇറ്റ് ത്രൂ ക്ലിനിക്കൽ എക്സാമ്പിൾസ്. ലേറ്റർ 1930 സിവിലൈസേഷൻ ആൻഡ് ഡിസ്കണ്ടൻസ് എന്ന് പറയുന്ന ഒരു ടെക്സ്റ്റ് ഫ്രോയിഡ് പബ്ലിഷ് ചെയ്തു. അതിൻ്റെ അകത്ത് അദ്ദേഹം പറഞ്ഞ നമ്മളുടെ ഇൻഡിവിജ്വൽ ഡിസേഴ്സും സോഷ്യൽ കൺസ്ട്രെയിൻസിനും ഇടയ്ക്ക് വരുന്ന ഒരു ടെൻഷൻ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. കാരണം ഓരോ ഇൻഡിവിജ്വൽസിനും അവരുടേതായ നാച്ചുറൽ ഇൻസ്റ്റിങ്സ് ഉണ്ട്, പക്ഷെ അത് എപ്പോഴും പുറത്തെടുക്കാൻ സാധ്യമല്ല. കാരണം സൊസൈറ്റിയും സിവിലൈസേഷനും പല നാച്ചുറൽ ഇൻസ്റ്റിങ്സിനെയും റിപ്രസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ റിപ്രസ് ചെയ്യുമ്പോൾ ഇൻഡിവിജ്വൽ ഡിസേഴ്സിനും നാച്ചുറൽ ഈ പറയുന്ന സിവിലൈസേഷന്റെ റൂൾസിനും ഇടയ്ക്ക് ഒരു ടെൻഷൻ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നു എന്ന് അദ്ദേഹം പറഞ്ഞു. ഇതിനെയാണ് ഈ തരത്തിലുള്ള കാര്യങ്ങളാണ് സിവിലൈസേഷൻ ആൻഡ് ഡിസ്കണ്ടൻസിൽ അദ്ദേഹം പ്രതിപാദിച്ചത്. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ഓർത്തിരിക്കാം. നിങ്ങൾക്ക് എസ്സേ ചോദിച്ചാൽ ഞാൻ ഈ തന്നിരിക്കുന്ന മോഡലിൽ തന്നെ എഴുതുക, നിങ്ങൾക്ക് ഫുൾ മാർക്ക് തന്നെ കിട്ടും. കാരണം അതിൻ്റെ അകത്തുള്ള എല്ലാ പോയിന്റ്സുകളും നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ജാക്വസ് ലെക്കാനിനെ പറ്റി നോക്കാം. ജാക്വസ് ലെക്കാൻ, ഫ്രഞ്ച് psychoanalyst known for his significant contributions to psychoanalysis, emphasizing language, the unconscious, and the role of other in shaping human subjectivity. ഫ്രോയിഡ് ഓസ്ട്രിയൻ സൈക്കോളജിസ്റ്റ് ആയിരുന്നെങ്കിൽ ലെക്കാൻ ഒരു ഫ്രഞ്ച് സൈക്കോ അനലിസ്റ്റ് ആണ്. അതുപോലെ തന്നെ അദ്ദേഹം സൈക്കോ അനാലിസിസിനും ഭാഷയ്ക്ക്, ലാംഗ്വേജിന് അദ്ദേഹം ഇമ്പോർട്ടൻസ് കൊടുത്തു, അൺകോൺഷ്യസിന് ഇമ്പോർട്ടൻസ് കൊടുത്തു, ആൻഡ് ദ റോൾ ഓഫ് അതർ മാർജിനലൈസ് ചെയ്ത് നമ്മുടെ ഹ്യൂമൻ സബ്ജക്റ്റ് മറ്റതെന്തോ ഒക്കെ നമ്മൾ മാറ്റിയതെന്തോ നമ്മളിൽ നിന്ന് ഒഴിവാക്കിയതെന്തോ ഇതിൽ നിന്നൊക്കെ അദ്ദേഹം പ്രാധാന്യം കൊടുത്തു. Regarding his theoretical framework, Lacan built upon Freudian ideas, introducing concepts such as the mirror stage and the real, symbolic, and imaginary realms as fundamental aspects of human subjectivity. അദ്ദേഹം ഈ പറഞ്ഞ ഫ്രോയിഡിയൻ ഐഡിയ ബേസ് ചെയ്ത് തന്നെയാണ് അദ്ദേഹത്തിന്റെ കോൺസെപ്റ്റ് ഡെവലപ്പ് ചെയ്ത് ഒരു കുട്ടി വളർന്നു തുടങ്ങുന്നിടം മുതൽ അവൻ ഒരു അഡൽട്ട് ആകുന്നിടം വരെയുള്ള പല കാലഘട്ടത്തിനെയും അദ്ദേഹം പലതായി ഡിവൈഡ് ചെയ്തു. മിറർ സ്റ്റേജ്, റിയൽ സ്റ്റേജ്, സിംബോളിക് സ്റ്റേജ്, ഇമാജിനറി സ്റ്റേജ്, ഇങ്ങനെ പലതായിട്ട് അദ്ദേഹം ഡിവൈഡ് ചെയ്തു. ഇനി ഓരോ സ്റ്റേജും നമുക്ക് പഠിക്കാൻ, ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ഫസ്റ്റ് മിറർ സ്റ്റേജ്. It was introduced in Lacan's paper, mirror stages formative function of the eye as revealed in psychoanalytical experience. ഈ മിറർ സ്റ്റേജിനെ പറ്റി അദ്ദേഹം പറഞ്ഞത് 1949 പബ്ലിഷ് ചെയ്തിട്ടുള്ള മിറർ സ്റ്റേജസ് എ ഫോർമേറ്റീവ് ഫംഗ്ഷൻ ഓഫ് ഐസ് റിവീൽഡ് ഇൻ സൈക്കോ അനാലിറ്റിക് എക്സ്പീരിയൻസ്. ഓക്കെ, ആ ഒരു ടെക്സ്റ്റിലാണ് ഇദ്ദേഹം ഇതിനെപ്പറ്റി പ്രതിപാദിച്ചിട്ടുള്ളത്. ആൻഡ് ഇറ്റ് എക്സ്പ്ലോർസ് ഡെവലപ്മെന്റ് ഓഫ് സെൽഫ് ആൻഡ് ഐഡന്റിറ്റി ഫോർമേഷൻ during early infancy, highlighting the split between
ആക്ച്വൽ സെൽഫ് ആൻഡ് ഐഡിയലൈസ്ഡ് ഇമേജ് റിഫ്ലക്റ്റഡ് ഇൻ ദ മിറർ. അന്നേരം ഇതിലൂടെ അദ്ദേഹം ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ സെൽഫ് ആൻഡ് ഐഡന്റിറ്റി. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഒരു 6-7 മാസമൊക്കെ ആകുമ്പോഴത്തേക്ക്, 6-7 മാസം ആണ്ട ഒരു 5-6 മാസമൊക്കെ ആകുമ്പോൾ നമ്മൾ നമ്മളുടെ വീട്ടിലുള്ള കുഞ്ഞുങ്ങളെയൊക്കെ എടുത്തിട്ട് അവരെ കണ്ണാടിയുടെ ഫ്രണ്ടിൽ കൊണ്ട് കാണിച്ചാൽ അവർ കണ്ണാടി നോക്കി ചിരിക്കും. അവർ കണ്ണാടി നോക്കി ചിരിക്കും. They tries to identify themselves with the image what they portrayed in the mirror. അന്നേരം അവർ താനാണ് അത്. അന്നേരം കുട്ടി നോക്കുന്ന ആദ്യം കയ്യിൽ ആരാണ് തന്നെ പിടിച്ചിരിക്കുന്നത്? ഇത് എന്റെ ഉമ്മയാണ്, അല്ലെങ്കിൽ ഇത് എന്റെ അമ്മയാണ് എന്നെ പിടിച്ചിരിക്കുന്നത്. മിററിൽ കാണുന്നതും എന്റെ അമ്മയാണ് എങ്കിൽ ആ അമ്മയുടെ കയ്യിലിരിക്കുന്ന ആരാണ്? ഞാനാണ്. ആ ഞാനാണ് എന്ന് കുട്ടി തിരിച്ചറിയുന്ന ഒരു ഐഡന്റിറ്റി ഫോർമേഷൻ ഡെവലപ്പ് ചെയ്യുന്ന എവിടെയാണ്? മിറർ സ്റ്റേജിലാണ്. ആൻഡ് ഇറ്റ്സ് ഡ്യൂറിങ് ഏർലി ഇൻഫാൻസി ആൻഡ് ഹൈലൈറ്റിംഗ് ദി സ്പ്ലിറ്റ് ബിറ്റ്വീൻ ആക്ച്വൽ സെൽഫ് ആൻഡ് ഐഡിയലൈസ്ഡ് ഇമേജ് റിഫ്ലക്റ്റഡ് ഇൻ ദ മിറർ. അന്നേരം അതുവരെ കുട്ടിക്ക് അറിയില്ല താൻ ആരാണ്, താൻ എങ്ങനെ ഇരിക്കുവാണെന്ന് എന്തില്ല, കുട്ടിക്ക് അറിയില്ല. പക്ഷെ അതോടുകൂടിയാണ് കുട്ടി തന്റെ ഐഡിയലൈസ്ഡ് സെൽഫ് എന്താണെന്ന്, തന്റെ ആക്ച്വൽ സെൽഫ് എന്താണെന്ന് കുട്ടി മനസ്സിലാക്കുന്നത്. കുട്ടി പതുക്കിന് കണ്ണാടിയിൽ തൊട്ടു നോക്കുന്നു, അവൻ ചിരിക്കുന്നു, അവൻ അതിനോട് റെസ്പോണ്ട് ചെയ്യുന്നു. ഇങ്ങനെയുള്ള പല കാര്യങ്ങളും മിറർ നോക്കി അവൻ ചെയ്യുന്നുണ്ട്. അന്നേരം മിറർ സ്റ്റേജ് സ്റ്റാർട്ട് ചെയ്യുന്ന ഏർലി ഇൻഫാൻസിയിലാണ്. ഇനി അടുത്ത ഈ മിറർ സ്റ്റേജിനെ കുറിച്ച് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. ബാക്കിയുള്ള സ്റ്റേജസ് ഒന്നും തന്നെ നമുക്ക് ഇൻഡെപ്ത് ആയിട്ടില്ല, പക്ഷെ എങ്കിലും പഠിക്കാം. In 1950, Lacan shifted focus to rigorous engagement with Freud, with seeking to reclaim and recontextualize Freudian concept through a linguistic and structuralist perspective. This approach is known as return to Freud, aimed to restore the complexity of unconscious and its relation to language. അതിനു മുൻപ് വരെ അദ്ദേഹം ഫ്രോയിഡിയൻ കോൺസെപ്റ്റ് എടുത്തിരുന്നെങ്കിലും ഫ്രോയിഡിൽ നിന്ന് വിഭിന്നമായി അദ്ദേഹം ചിന്തിച്ചിരുന്നു. പക്ഷേ 1950s കൂടി ലെക്കാന്റെ ചിന്തകൾ പലതും ഫ്രോയിഡിലേക്ക് തിരിയുകയും ഫ്രോയിഡിന്റെ വർക്കുകളെ കൂടുതലായിട്ട് അദ്ദേഹം ആശ്രയിക്കുകയും ചെയ്തു. എസ്പെഷ്യലി ഓൺ ദ ബേസിസ് ഓഫ് ലിംഗ്വിസ്റ്റിക് ആൻഡ് സ്ട്രക്ചറലിസ്റ്റ് പെർസ്പെക്റ്റീവ്. ഭാഷാപരമായും ഘടനാപരമായിട്ടാണ് അദ്ദേഹം അങ്ങനെ ചിന്തിച്ചത്. അതുകൊണ്ട് തന്നെ ഈ ഒരു കാലഘട്ടത്തിനെയും അദ്ദേഹത്തെ എടുത്ത ആ ഒരു അപ്രോച്ചിനെയും നമ്മൾ പറയുന്നത് റിട്ടേൺ ടു ഫ്രോയിഡ് എന്നാണ്. ഓക്കെ, ലെക്കാൻ എടുത്തിട്ടുള്ള ആ ഒരു അപ്രോച്ചിനെ നമ്മൾ വിളിക്കുന്നത് റിട്ടേൺ ടു ഫ്രോയിഡ് എന്നാണ്. ആൻഡ് ത്രൂ ദിസ് അപ്രോച്ച് ഹി ട്രൈ ടു എയിം ടു റീസ്റ്റോർ ദ കോംപ്ലക്സിറ്റി ഓഫ് അൺകോൺഷ്യസ് ആൻഡ് ഇറ്റ്സ് റിലേഷൻ ടു ലാംഗ്വേജ്. ഇതിലൂടെ അദ്ദേഹം ചെയ്തത് എന്താണെന്ന് വെച്ചാൽ ഭാഷ അടിസ്ഥാനമാക്കി നമ്മുടെ അബോധ മനസ്സിലുള്ള പ്രാധാന്യമാണ് അദ്ദേഹം കൊടുത്തത്. ഓക്കെ, അന്നേരം ഭാഷ പഠിക്കുമ്പോഴും ഭാഷ ഉപയോഗിക്കുമ്പോഴും അബോധ മനസ്സ് അൺകോൺഷ്യസ് മൈൻഡില് അതിന്റെ റോൾ ഉണ്ടെന്നും അത് അൺകോൺഷ്യസ് മൈൻഡിന്റെ റോള് ലാംഗ്വേജുമായിട്ട് പറയാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹം വീണ്ടും ഫ്രോയിഡിന്റെ അപ്രോച്ചിലേക്ക് അദ്ദേഹം പോയത്. ആൻഡ് ദാറ്റ് ടൈം പീരീഡ് ഈസ് കാൾഡ് റിട്ടേൺ ടു ഫ്രോയിഡ്. ദെൻ നമുക്ക് സിംബോളിക് ഓർഡർ ഇമാജിനറി എന്ന് നോക്കാം. അന്നേരം നമ്മൾ പറഞ്ഞു മിറർ സ്റ്റേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഏർലി ഇൻഫാൻസിയിലാണ് നടക്കുന്നത്. കുട്ടി മിററിൽ നോക്കിയിട്ട് തന്റെ ആക്ച്വൽ സെൽഫും ഈ കാണുന്ന മിററിൽ കാണുന്ന റിഫ്ലക്ഷനും താൻ തന്നെയാണെന്ന് മനസ്സിലാക്കുന്ന ഒരു സ്റ്റേജ് ആണ് മിറർ സ്റ്റേജ് എന്ന് പറയുന്നത്. Then symbolic order, the Lacan tripartite model comprises imaginary realm of images and early infantile experiences, and symbolic order, domain of language, culture, and signification, unreal, unrepresentable, pre-linguistic, often traumatic dimension. This model forms basis of Lacan's psychoanalytical theory, providing insight into human subjectivity. ഇതിന് സിമ്പിൾ ആയിട്ടൊരു കാര്യം പറഞ്ഞു, സിംബോളിക് സ്റ്റേജ് ഇമാജിനറി സ്റ്റേജിലൊക്കെ ഒരു 3 മോഡൽ കൊണ്ടുവന്നു. സിംബോളിക്, ഇമാജിനറി, റിയൽ. സിംബോളിക്, ഇമാജിനറി, റിയൽ. ഇത്തരം ഇമാജിനറി എന്ന് പറയുമ്പോൾ റിയൽ റെലം ഓഫ് ഇമേജസ് ആൻഡ് ഇൻഫantile എക്സ്പീരിയൻസ്. കുട്ടിക്ക് നമ്മൾ ഇമേജസ് കാണിച്ചു കൊടുക്കുകയാണ്. ഓക്കെ, ഫോർ എക്സാമ്പിൾ ഞാൻ കുട്ടിക്ക് ഒരു ആപ്പിൾ എടുത്ത് കൊടുത്തിട്ട് കുട്ടിയിടിക്കെ പറയാണ് ദിസ് ഇസ് എൻ ആപ്പിൾ, ദിസ് ഇസ് എൻ ആപ്പിൾ. ഓക്കെ, ലേറ്റർ ഒരു ഓറഞ്ച് എടുത്ത് കൊടുത്തിട്ട് ഞാൻ കുട്ടിയിടിക്കെ പറയാണ് ദിസ് ഇസ് എൻ ഓറഞ്ച്. ഓക്കെ, അതിനുശേഷം കുട്ടി അത് ഗ്രഹിച്ച് പഠിച്ചതിന് ശേഷം കുട്ടിക്ക് ഞാൻ വീണ്ടും ഓറഞ്ച് എടുത്ത് കൊടുത്തിട്ട് പറയാണ് ദിസ് ഇസ് എൻ ആപ്പിൾ എന്ന് പറഞ്ഞാൽ കുട്ടി അത് അണ്ടർസ്റ്റാൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ കുട്ടി എന്ത് ചെയ്യുന്നു, അത് തിരുത്തുന്നു. ഇല്ല, ഇത് ഓറഞ്ച് അല്ല എന്ന് കുട്ടി പറയും. ഇത് ആപ്പിൾ ആണെന്ന് അവൻ ഐഡന്റിഫൈ ചെയ്യുകയും ചെയ്യുന്നു. അന്നേരം ഇമേജസിലൂടെ കുട്ടി കാര്യങ്ങൾ പഠിക്കുന്നു. ദെൻ സിംബോളിക് ഓർഡർ, ഡൊമൈൻ ഓഫ് ലാംഗ്വേജ്, കൾച്ചർ ആൻഡ് സിഗ്നിഫിക്കേഷൻ. ഓക്കെ, പല കാര്യങ്ങളും നമുക്കിപ്പം കുട്ടിയിരിക്കൽ പറയാണ് ദൈവമുണ്ട്.
ഓക്കെ. അതുപോലെ തന്നെ നമ്മുടെ സംസ്കാരം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ നമ്മളുടെ ട്രഡീഷൻ എന്ന് പറയുന്നതൊക്കെ പറയുമ്പോഴത്തേക്ക് കുട്ടിക്ക് അത് എന്താണെന്നുള്ള കാര്യം ടച്ച് ചെയ്ത് മനസ്സിലാവുന്നില്ല. ഓക്കെ. അവനക്ക് അത് ടച്ച് ചെയ്ത് അവൻ അത്രയും നാളും ചെയ്തിരുന്നതെന്ന് വെച്ചാൽ കാണുകയും കേൾക്കുകയും അല്ലെങ്കിൽ കാണുകയും തൊടുകയും ചെയ്യുന്ന കാര്യങ്ങളെ ആയിരുന്നു അവൻ കൂടുതലും മനസ്സിലാക്കിയിരുന്നത്. ബട്ട് നൗ ചില വാക്കുകൾ അവനക്ക് മനസ്സിലാകുന്നില്ല. ഭാഷ എന്ന് പറയുമ്പോൾ അത് എങ്ങനെ ഇരിക്കുമെന്ന് എനിക്ക് അറിയാൻ വയ്യ. കൾച്ചർ എന്ന് പറയുമ്പോൾ അത് എങ്ങനെ ഇരിക്കും എന്ന് എനിക്ക് അറിയാൻ വയ്യ. സോ അങ്ങനെ ഇരിക്കും. സിംബോളിക്കലായിട്ട് പല കാര്യങ്ങളെ റെപ്രസെന്റ് ചെയ്യാൻ ശ്രമിക്കുന്നു. കുട്ടിക്ക് എ എന്ന് പറയാൻ ടീച്ചർ ABCD എ എന്ന് പറഞ്ഞിട്ട് ടീച്ചർ എഴുതി കാണിച്ചു കൊടുക്കുകയാണ്. ദിസ് ഈസ് എ, ദിസ് ഈസ് ബി, ദിസ് ഈസ് സി, ദിസ് ഈസ് ഡി. അന്നേരം എഴുത്തിലോട്ട് കുട്ടി തിരിയുമ്പോൾ അതുവരെയുള്ള വസ്തുക്കളിൽ നിന്ന് വിഭിന്നമായിട്ട് ഒരു റെപ്രസെന്റേഷനിലേക്ക് പോകുന്നു. സിംബോളിക് റെപ്രസെന്റേഷനിലേക്ക് പോകുന്നു. ആ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഇരിക്കും, ആ ഹരി എന്ന് വെച്ചാൽ ഇങ്ങനെ ഇരിക്കും, ബി എന്ന് വെച്ചാൽ ഇങ്ങനെ ഇരിക്കും. അങ്ങനെയുള്ള സിംബോളിക് റെപ്രസെന്റേഷനിലേക്ക് പോകുന്നു. അതിനുശേഷം അവൻ റിയൽ സ്റ്റേജിലേക്ക് പോവാണ്. റിയൽ സ്റ്റേജ് എന്ന് വെച്ചാൽ ഇറ്റ് ഈസ് അൺറെപ്രസെന്റബിൾ പ്രീ ലിംഗ്വിസ്റ്റിക് ഓഫ് ട്രോമാറ്റിക് ഡയമെൻഷൻ. റിയൽ സ്റ്റേജ് എന്ന് പറയുമ്പോൾ കുട്ടി പല കാര്യങ്ങളും അവൻ അവനായിട്ട് ക്രിയേറ്റ് ചെയ്യണം അവന്റെ മനസ്സിൽ. ഫോർ എക്സാമ്പിൾ, ദൈവം ദൈവം എന്ന് പറയുന്ന കോൺസെപ്റ്റ്, സത്യം, ഓക്കെ, മിഥ്യ, അതുപോലെ തന്നെ എന്താ ഇങ്ങനെയുള്ള പല കാര്യങ്ങളും നമുക്ക് വാക്കാലും പ്രവൃത്തിയാലും പറഞ്ഞു ചെയ്യാൻ പറ്റാത്ത പല കാര്യങ്ങളെ കുറിച്ച് അവൻ അറിയുന്ന ഒരു സ്റ്റേജാണ്. റെപ്രസെന്റ് ചെയ്യാൻ പറ്റാത്ത പല കാര്യങ്ങളെ കുറിച്ച് അവൻ അറിയുന്നത്, സ്വന്തമായി തീരുമാനങ്ങൾ അല്ലെങ്കിൽ സ്വന്തമായി അതിനെ കുറിച്ച് ഒരു ഐഡിയ ഡെവലപ്പ് ചെയ്യുന്ന സ്റ്റേജാണ് റിയൽ സ്റ്റേജ് എന്ന് പറയുന്നത്. ഓക്കെ. അന്നേരം ഈ സ്റ്റേജുകളൊക്കെ നോക്കാം. മിറർ സ്റ്റേജ് ഏർലി ഇൻഫാൻസിയിലാണ് നടക്കുന്നത്. ദെൻ മിറർ സ്റ്റേജിന് ശേഷം ഇമാജിനറി സ്റ്റേജ്. ഇമാജിനറി സ്റ്റേജ് കൊച്ച് ഒരു ഇമേജ് വെച്ചിട്ട് അവൻ പഠിക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പൊ ട്രെയിൻ കുട്ടിയെ കാണിച്ചുകൊണ്ട് അമ്മ പറയും ദിസ് ഇസ് എ ട്രെയിൻ. കുട്ടി മനസ്സിലാക്കി. ഓക്കെ. അന്നേരം അതുപോലെ തന്നെ പക്ഷിയെ കാണിച്ചുകൊണ്ട് അമ്മ പറയാണ് മക്കളെ ദാണ്ടി പറന്നു പോകുന്ന ബേർഡ്സ് ആണ്. പിന്നീട് ഒരു ദിവസം രാത്രി പകൽ ആകാശത്തോടെ എന്ത് ചെയ്യുന്നു, വിമാനം പോകുന്നു. കുട്ടി പറയുന്നു അമ്മേ അതാ പോകുന്നു പക്ഷി. അന്നേരം അമ്മ പറയുന്നു അത് എന്താണ്, പക്ഷിയല്ല മോനെ, അത് എയറോപ്ലെയിൻ ആണെന്ന് പറയും. കുട്ടി അതിന് ഡിഫറൻഷിയേറ്റ് ചെയ്ത് പഠിക്കുകയും ചെയ്യും. സോ ഇതൊക്കെ നടക്കുന്നത് ഇമാജിനറി സ്റ്റേജിലാണ്. ഇനി അടുത്ത സിംബോളിക് സ്റ്റേജ് ആകുമ്പോഴത്തേക്ക് കുട്ടി ലാംഗ്വേജ്, കൾച്ചർ, ഭാഷ ഇങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ച് മനസ്സിലാക്കുന്നു. അവിടേക്ക് വരുമ്പോൾ അവൻ പല കാര്യങ്ങളും മനസ്സിലാക്കുകയാണ്. അവൻ ഒരു പ്രീ സ്കൂളിലേക്ക് ചേർന്നു, അവനൊരു നഴ്സറി ചേർന്നു. അവിടെ എങ്ങനെ അവൻ ബിഹേവ് ചെയ്യണം, അവൻ അവിടെ ഹരി എഴുതാൻ പഠിച്ചു, എ എഴുതാൻ പഠിച്ചു, ബി എഴുതാൻ പഠിച്ചു. സോ അവൻ പല കാര്യങ്ങളും റെപ്രസെന്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ലേറ്റർ റിയൽ സ്റ്റേജിലേക്ക് വരുമ്പോൾ അത്രയും നാളും റെപ്രസെന്റ് ചെയ്യാൻ പറ്റാതിരുന്ന പലതും അവന്റെ മനസ്സിലേക്ക് അവൻ രൂപീകരിക്കാൻ, ദൈവം, സത്യം, ഓക്കെ, തെറ്റ്, ശരി, ഇങ്ങനെയൊക്കെയുള്ള കോൺസെപ്റ്റുകളെ കുറിച്ച് അവൻ ബോധേഡ് ആവുകയാണ്. ഇത് ലെക്കാന്റെ കോൺസെപ്റ്റുകളാണ്. നിങ്ങളത് വ്യക്തമായിട്ട് മനസ്സിലാക്കിയിരിക്കുക. നെക്സ്റ്റ് അദ്ദേഹം കൊണ്ടുവന്ന മറ്റൊരു കോൺസെപ്റ്റ് ആണ് എക്രിറ്റ്സ്. എക്രിറ്റ്സ്, ഓക്കെ. ഇനി നിങ്ങൾ ഫെമിനിസം പഠിക്കുമ്പോൾ എക്രിച്ചറെ ഫെമിനി എന്നൊക്കെയുള്ള കാര്യങ്ങൾ പഠിക്കും. ഇത് ലെക്കാന്റെ ആണ് എക്രിറ്റ്സ്. It's a seminal collection of works by Lacan, spanning essays, lectures, articles written between 1936 and 1966, which encapsulates his contribution to psychoanalytical theory. അന്നേരം 1936 മുതൽ 1966 വരെയുള്ള അദ്ദേഹം എഴുതിയിട്ടുള്ള എസ്സേസ്, ലെക്ചേഴ്സ്, ആർട്ടിക്കിൾസ് ഇതെല്ലാം അടങ്ങുന്ന ഒരു കളക്ഷനാണ് എക്രിറ്റ്സ് എന്ന് പറയുന്നത്. ഓക്കെ. അതെ, ഈ പറയുന്ന കളക്ഷൻ സൈക്കോ അനാലിറ്റിക്കൽ ഡെവലപ്മെന്റ് തിയറിയിൽ ഒരുപാട് കോൺട്രിബ്യൂഷൻസ് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ അകത്ത് എന്തൊക്കെയാണ് വരുന്നത് നോക്കാം. ഇറ്റ്സ് എ കണ്ടന്റ് വരുന്നത് ഇറ്റ് ഇൻക്ലൂഡ്സ് ഇമ്പോർട്ടൻറ്റ് പേപ്പേഴ്സ് such as agency of letter in unconscious or recent since Freudian think, functional field of speech and language in psychoanalysis. ഇങ്ങനെയുള്ള ചില ഇമ്പോർട്ടൻറ്റ് പേപ്പേഴ്സ് ഇതിൻ്റെ അകത്ത് വരുന്നുണ്ട്. ഇതിൻ്റെ അകത്ത് തീംസുകൾ വരുന്നത് ഇറ്റ് എക്സ്പ്ലോർസ് ലെക്കാൻസ് റീഇന്റർപ്രിട്ടേഷൻ ഓഫ് ഫ്രോയിഡ്സ് ഐഡിയാസ് ഇൻട്രൊഡ്യൂസ് concept like mirror stage, real, symbolic, imaginary, solidifying his reputation as an innovative thinker in psychoanalysis. നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ തന്നെ അദ്ദേഹത്തിന്റെ ഇമാജിനറി, സിംബോളിക്, റിയൽ, മിറർ ഇങ്ങനെയുള്ള പല സ്റ്റേജുകളെ കുറിച്ച് എക്സ്പ്ലോർ ചെയ്ത് ഇൻഡെപ്തായിട്ട് എക്സ്പ്ലോർ ചെയ്തിട്ടുള്ള കണ്ടന്റുകളാണ് എക്രിറ്റ്സ് എന്ന് പറയുന്ന ആ ഒരു സെമിനൽ കളക്ഷനിൽ വന്നത്. അന്നേരം നമ്മൾ നേരത്തെ പറഞ്ഞ ആ ഒരു സ്റ്റേജസ് ഉണ്ടല്ലോ, ട്രൈപാട്രിയറ്റ് സ്ട്രക്ചർ ഓഫ് മോഡൽസ് ഒക്കെ വരും. ഇതെല്ലാം വരുന്നത് എന്തിനാണ്, എക്രിറ്റ്സ് എന്ന് പറയുന്ന സെമിനൽ കളക്ഷൻ ഓഫ് വർക്കിലാണ്.
1936 മുതൽ 66 വരെയുള്ള കാലയളവിൽ അദ്ദേഹം നടത്തിയിട്ടുള്ള ലെക്ചേഴ്സ്, ആർട്ടിക്കിൾസ്, എസ്സേസ് ഇതെല്ലാം ഉൾപ്പെടുന്നതാണ് എക്രിസ് എന്ന് പറയുന്ന ഈ ഒരു കളക്ഷൻ. ദെൻ ഫോർ ഫണ്ടമെന്റൽ കോൺസെപ്റ്റ് ഓഫ് സൈക്കോ അനാലിസിസിനെ കുറിച്ച് നമുക്ക് ലെക്കാന്റെ പഠിക്കാം. ഇറ്റ് ഈസ് എ സീരീസ് ഓഫ് ലെക്ചേഴ്സ് ഗിവൺ ബൈ ലെക്കാൻ ഇൻ 1964, ലേറ്റർ കമ്പൈൽഡ് ഇൻ എ ബുക്ക്. അന്നേരം 66 വരെയുള്ള കാര്യങ്ങൾ തങ്ങൾ എക്രിസിൽ കൊടുത്തിട്ടുണ്ട്. പക്ഷെ 64 അദ്ദേഹം നടത്തിയിട്ടുള്ള ഒരു സീരീസ് ഓഫ് ലെക്ചേഴ്സ് ആണ്. അത് പിന്നീട് അത് മാത്രമായിട്ട് ഒരു ബുക്കായിട്ട് എഴുതിയിട്ടുണ്ടായിരുന്നു. It explores key psychoanalytical concepts including unconscious, repetition, transference, and drive, and their implications for psychoanalytical practice and understanding of human psyche. അന്നേരം ഇതിൻ്റെ അകത്ത് അദ്ദേഹം ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറഞ്ഞിട്ടുള്ള അൺകോൺഷ്യസ്, റെപ്പറ്റീഷൻ, ട്രാൻസ്ഫറൻസ്, ഡ്രൈവ് ഒക്കെ ഉണ്ട്. ഇതിനെ കുറിച്ചിട്ടൊക്കെയാണ് അദ്ദേഹം കൂടുതലായിട്ടും അതിൽ പഠനം നടത്തിയത്. ഹ്യൂമൻ സൈക്കിയെ കുറിച്ച്, സൈക്കി മീൻസ് ഹ്യൂമൻ സൈക്കിയെ കുറിച്ചും സൈക്കോ അനലിറ്റിക്കൽ പ്രാക്ടീസസിൽ ഈ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ എങ്ങനെ നമുക്ക് വർക്കൗട്ട് ചെയ്യാം, അതിനെ എങ്ങനെ ഇംപ്ലൈ ചെയ്യാം എന്നുള്ള കാര്യങ്ങളെ കുറിച്ചും അദ്ദേഹം വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ it is a series of lectures that given by Lacan in 1964. Later it is compiled into a book, and it explores key concepts such as unconscious, repetition, transference, and drive. Hey, Borrelian knot. It's a conceptual framework introduced by Lacan representing the interplay between real and symbolic, real and imaginary dimensions of human experience. It illustrates the inseparable connections between these realms, with each circle representing one dimension. The knot symbolizes their mutual dependence, where removing any one circle causes the other to fall apart. So, ഇതൊരു ലക്കാൻ കൊണ്ടുവന്ന ഒരു ഫ്രെയിംവർക്ക് ആണ് ബൊറീനിയൻ നോട്ട് എന്ന് പറയുന്നത്. ഓക്കെ, റൈറ്റ് എ ഷോർട്ട് നോട്ട് ഓൺ ബൊറീനിയൻ നോട്ട് എന്ന് ചോദിക്കാം. അതാണ് ഇറ്റ് ഈസ് എ കോൺസെപ്ച്വൽ ഫ്രെയിംവർക്ക് ഇൻട്രൊഡ്യൂസ്ഡ് ബൈ ലക്കാൻ. Here we can see the interconnection. Interplay means interconnection between real, symbolic, and imaginary dimension in human experience. മനുഷ്യ അനുഭവങ്ങളിൽ ഹ്യൂമൻ എക്സ്പീരിയൻസിൽ ഇമേജറിയുടെയും ഇമാജിനറിയുടെയും സിംബോളിക്കിന്റെയും റിയലിന്റെയും നേരത്തെ തന്നെ നമ്മൾ മിറർ സ്റ്റേജ് മാറ്റിയിട്ടിട്ടാണ് പഠിച്ചത് ഇല്ലേ. അതുകൊണ്ട് തന്നെ ഇതിനെ ട്രൈപാട്രിയേറ്റ് സ്ട്രക്ചർ എന്നാണ് പറയുന്നത്. ഇമാജിനറി, സിംബോളിക്, റിയൽ, ദിസ് ഇസ് നോൺ ആസ് ട്രൈപാട്രിയേറ്റ് സ്ട്രക്ചർ. അന്നേരം ഇതിന്റെ ഒരു ഇന്റർപ്ലേ അല്ലെങ്കിൽ ഇതിന്റെ ഒരു ഇന്റർ കണക്ഷൻ ഹ്യൂമൻ എക്സ്പീരിയൻസിൽ കാണാൻ സാധിക്കുന്നു എന്ന് അദ്ദേഹം പറഞ്ഞു. It illustrates the inseparable connection between realms which are circle represents one dimension. The knot symbolizes the mutual dependence, where removing any one circle causes the other to fall apart. അദ്ദേഹം പറഞ്ഞത് ഈ പറയുന്ന ബൊറീനിയൻ നോട്ടിലേക്ക് വരുമ്പോൾ ഈ ഒരു സർക്കിളിലാണ് നിൽക്കുന്നത്. അതിൻ്റെ അകത്ത് ഇത് ഓരോന്നും റിയലും സിംബോളിക് ഇമാജിനറിയും ഇന്റർ കണക്റ്റഡ് ആണ്. ഇതിൽ ഏതെങ്കിലും ഈ പറയുന്ന എല്ലാ നോട്ട്സുകളും ഈ പറയുന്ന മൂന്ന് കാര്യങ്ങളും മ്യൂച്വലി ഡിപ്പെൻഡന്റ് ആണ്. അതുകൊണ്ട് തന്നെ ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം റിമൂവ് ആയാൽ ഇത് മൊത്തത്തെ ഉള്ള സൈക്കോളജിക്കൽ ഡെവലപ്മെന്റിനെ ബാധിക്കും എന്ന് അദ്ദേഹം പറഞ്ഞു. ഇതാണ് ബൊറീനിയൻ നോട്ട് എന്ന് പറയുന്നത്. റിയലും ഇമാജിനറിയും സിംബോളിക്കും അത് ഇന്റർ കണക്റ്റഡ് ആണ്. ഇതിൻ്റെ അകത്തുനിന്ന് ഏതെങ്കിലും ഒന്നിന് വ്യതിചലനം ഉണ്ടായാൽ അത് ഈ മൊത്തത്തിലുള്ള നമ്മളുടെ മാനസിക ആരോഗ്യത്തെ ബാധിക്കും എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. What is the significance of the Borromeian knot? അതിനെ കുറിച്ച് നമ്മളൊന്ന് അറിഞ്ഞിരിക്കണം. Borromeian knot has become a central metaphor in Lacanian psychoanalysis, providing a framework for understanding the complex interrelationship between language, symbolic structures, and reality. അന്നേരം റിയാലിറ്റിയും സിംബോളിക് സ്ട്രക്ചേഴ്സും ലാംഗ്വേജും തമ്മിലുള്ള ഇന്റർ റിലേഷൻഷിപ്പിനെ പറ്റി പഠിക്കാനും അതിനെപ്പറ്റി മനസ്സിലാക്കാനുമായിട്ട് ലക്കാന്റെ സൈക്കോ അനാലിസിസിൽ അദ്ദേഹം ഉപയോഗിച്ചിട്ടുള്ള ഒരു മെറ്റഫോറിക്കൽ നോട്ടാണ് ബൊറീനിയൻ നോട്ട് എന്ന് പറയുന്നത്. അന്നേരം ലാംഗ്വേജും സിംബോളിക് സ്ട്രക്ചേഴ്സും റിയാലിറ്റിയും ഈ ലോകത്ത് എങ്ങനെ നടക്കുന്നു എന്നറിയാൻ വേണ്ടിയിട്ട് അദ്ദേഹം മെറ്റഫോറിക്കലി റെപ്രസെന്റ് ചെയ്തിട്ടുള്ള ഒന്നാണ് ബൊറീനിയൻ നോട്ട്. ഇതിലൂടെ നമുക്ക് കാണാൻ സാധിക്കുന്ന എന്താണ് ഇമാജിനറി, റിയൽ, സിംബോളിക് ഈ റെലംസിന്റെ ഒരു ഇന്റർപ്ലേ ആണ്. Then we have to discuss about the later works of Lacan. Lacan's later work expanded upon the ideas of Borromeian knot, delves deeper into the exploration of language, desires, and subjectivity. He emphasized the role of language in shaping human subjectivity and introduced the concept of symptom, referring to individuals' unique construction of symbolic ties to navigate unconscious.
അദ്ദേഹത്തിന്റെ പിന്നീടുള്ള പല വർക്കുകളിലും ഈ ബെറീലിയൻ നോട്ടിനെ പറ്റി അദ്ദേഹം എക്സ്പ്ലോർ ചെയ്തിട്ടുണ്ട്. ഈ ബെറീലിയൻ നോട്ട് എങ്ങനെയാണ് ലാംഗ്വേജിലും ഡിസേഴ്സിലും സബ്ജക്റ്റിവിറ്റിയിലും ഒക്കെ വർക്ക് ചെയ്യുന്നതെന്ന് അദ്ദേഹം പഠനം നടത്തി. അതുപോലെ തന്നെ മനുഷ്യന്റെ വ്യക്തിത്വ വികാസത്തിന് ഹ്യൂമൻ സബ്ജക്റ്റിവിറ്റിയെ ഷേപ്പ് ചെയ്യാനും ഒക്കെ എങ്ങനെ ലാംഗ്വേജ് ഉപയോഗിക്കുന്നു അദ്ദേഹം പറയാൻ തുടങ്ങി. ഇപ്പൊ ഒരു വ്യക്തിയുടെ സംസാരത്തിലൂടെ ആ വ്യക്തിയുടെ കൾച്ചർ മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കുമെന്ന് നമ്മൾ പറയാറുണ്ട് ഇല്ലേ? അന്നേരം കൾച്ചറൽ റിഫ്ലക്ഷൻ ഒക്കെയാണ് ഇവിടേക്ക് വരുന്നത്. ഞാൻ ഇൻട്രൊഡ്യൂസ് ദ കോൺസെപ്റ്റ് ഓഫ് എ സിന്തോം. കണ്ടോ, ഇതൊന്ന് മാർക്ക് ചെയ്യാം. സിന്തോം എന്ന് പറയുന്നത് ആ ഒരു കോൺസെപ്റ്റും കൊണ്ടുവന്നത് ലഖാനാണ്. What do you mean by symptom? It is referring to individuals' unique construction of symbolic ties to navigate unconscious. നമ്മൾ നമ്മുടെ അൺകോൺഷ്യസിലേക്ക് നാവിഗേറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ അൺകോൺഷ്യസിനെ ഒന്ന് റിപ്രസ് ചെയ്യാനായിട്ട് നമ്മൾ എടുക്കുന്ന ഓരോ വ്യക്തികളും എടുക്കുന്ന അവനവൻ്റെതായ മെത്തേഡുകളെയാണ് അദ്ദേഹം സിന്തോം എന്ന് വിളിച്ചത്. Its impact, Lacan's later ideas pushed the boundaries of traditional psychoanalysis and influenced the diverse field including literary theory, cultural studies, philosophy, and cultural studies and philosophy. His intellectual legacy ties in both development of Beryllian thought and a profound impact on his later ideas on understanding human psyche and complexities of language and desire. അദ്ദേഹത്തിന്റെ ഈ പറയുന്ന ബൊറീനിയൻ നോട്ടും അതുപോലെ തന്നെ സിന്തോ ആ ഒരു കോൺസെപ്റ്റും ലാംഗ്വേജും ഐഡിയാസും സിംബോളിക് സ്ട്രക്ചേഴ്സും റിയാലിറ്റിയും ഇതൊക്കെ തമ്മിലുള്ള ഒരു കണക്ഷനെ പറ്റി പറയുന്ന പല കാര്യങ്ങളും ലിറ്റററി സ്റ്റഡീസിലും കൾച്ചറൽ സ്റ്റഡീസിലും ഫിലോസഫിയിലും ഒക്കെ ഒരുപാട് മാറ്റങ്ങൾക്ക് വിധേയമായിട്ടുണ്ട്, എസ്പെഷ്യലി ഇൻ ദ ഫീൽഡ് ഓഫ് സൈക്കോ അനാലിസിസ്. അതുകൊണ്ട് തന്നെ ഇന്നത്തെ കാലത്തും ഈ അദ്ദേഹത്തിന്റെ ഇന്റലക്ച്വൽ ലെഗസി നമ്മൾക്ക് വളരെയധികം പ്രാധാന്യം അർഹിക്കുന്നുണ്ട്. ലാംഗ്വേജ് സ്റ്റഡീസിലും റിസർച്ച് സ്റ്റഡീസിലും ഒക്കെയായിട്ട് അദ്ദേഹത്തിന്റെ പല പ്രവർത്തനങ്ങളും ഇപ്പോഴും സ്കോളേഴ്സ് കണ്ടക്ട് ചെയ്യുന്നുണ്ട്. സോ ദാറ്റ്സ് ഓൾ അബൌട്ട് ദിസ് ചാപ്റ്റർ.